ഉപഭോക്താവ് എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ ആലോചിക്കുക, നിങ്ങളൊരു ട്രെയിനിൽ യാത്ര ചെയ്യുന്ന ഉപഭോക്താവാണ്. നമ്മൾ SAC കമ്പാർട്ട്മെന്റിൽ യാത്ര ചെയ്യുക എന്ന് കരുതുക. എവിടെയാണ് ട്രെയിനിൽ ഉപഭോക്താവ്? നിങ്ങൾ SAC കമ്പാർട്ട്മെന്റിൽ യാത്ര ചെയ്യുക എന്ന് കരുതുക. അവിടെ വെച്ചെങ്ങാനും നിങ്ങൾ മദ്യപിച്ചു കഴിഞ്ഞാൽ മക്കളെ അത് വലിയ ബാധ്യത വരുത്തി വെക്കും നിങ്ങൾക്ക്. നിങ്ങൾ SAC കമ്പാർട്ട്മെന്റിൽ കയറിയിട്ട് മദ്യപിച്ചു കഴിഞ്ഞാൽ വലിയ ബാധ്യതയാണ്, നിങ്ങൾക്ക് വലിയ കുറ്റവും പിഴയൊക്കെ ഉണ്ടാവും. ഗ്രാമം, നിങ്ങളെ ചുറ്റും ഒരു വയൽ ആലോചിക്കും നിങ്ങൾ. ആ വയൽ നികത്തുന്ന സമയത്ത് അവിടേക്ക് ഒരു ജീപ്പ് ആളുകൾ വരികയാണ്. ആ ജീപ്പിലുള്ളത് LLMC അംഗങ്ങളാണ്. ജീപ്പിൽ നിന്ന് എത്ര പേര് ഇറങ്ങി എന്ന് ആലോചിക്കണം. ജീപ്പിൽ നിന്ന് ഇറങ്ങുന്നത് 6 പേരാണ്. നിങ്ങളുടെ നാട്ടിൽ തന്നെയുള്ള നിങ്ങൾക്ക് അറിയുന്ന 3 കർഷകർ അതിനകത്ത് ആദ്യം ഇറങ്ങുന്നു. സ്ട്രൈക്കർ കോച്ചിങ്ങിന്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ ഷഹനാദാണ്. എന്തെല്ലാം കൂട്ടുകാരെ, എല്ലാവർക്കും സുഖല്ലേ? നമ്മൾ ഇന്ന് പഠിക്കുന്നത് ഒരു ടോപ്പിക് എക്സാം ആണ്. 20 ചോദ്യങ്ങൾ, സുപ്രധാന നിയമങ്ങൾ, ഏറ്റവും പ്രധാനപ്പെട്ട PSC പരീക്ഷകളുടെ ഭാഗമാണ്. അതുപോലെ കേരള ഗവേണൻസ്, ഈ 2 ഭാഗത്തിലെയും 20 കിടിലൻ ചോദ്യങ്ങളും അതിന്റെ കണക്റ്റഡ് ഫാക്റ്റുമാണ് നമ്മൾ നോക്കുന്നത്. എല്ലാ കൂട്ടുകാർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. നിങ്ങൾ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടാൻ എല്ലാവരും ആദ്യം നിന്നൊന്ന് ലൈക്ക് അടിക്കട്ടോ. ഇനി അവസാനം ചെയ്താലും മതി. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക, നിങ്ങൾ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നമ്മുടെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും കേട്ടോ. ഒന്നാമത്തെ ചോദ്യം ശ്രദ്ധിക്കണേ. ചോദ്യം ശ്രദ്ധിക്കൂ. കുട്ടികളുടെ അവകാശങ്ങളുമായി ബന്ധപ്പെട്ട് 2000 നിലവിൽ വന്ന നിയമം ചുവടെ തന്നിട്ടുള്ളതിൽ ഏതാണ്? നല്ല ചോദ്യമാണ്. കുട്ടികളുടെ, ഇവിടെ കുറച്ച് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് ഓൾറെഡി, സമയം നമുക്ക് നഷ്ടപ്പെടുത്താനില്ല, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പൊ ഇച്ചിരി സ്പീഡായിട്ട് തോന്നുന്നത് നിങ്ങൾക്ക് സ്ലോ ആക്കി കാണാനുള്ള ഓപ്ഷൻ ഉണ്ട്. ജുവനൈൽ ജസ്റ്റിസ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ആക്ട്, ഈ ഒരു നിയമം പഠിച്ചു വെച്ചേക്കണം. ജുവനൈൽ ജസ്റ്റിസ് ആക്ട് എന്ന് പറയുമ്പോൾ നിങ്ങളെ മനസ്സിലുണ്ടാവുക 2015 നിയമമായിരിക്കും. നമ്മുടെ നാടിനകത്തൊക്കെ കുട്ടികളുമായി ബന്ധപ്പെട്ടൊക്കെ പല കേസുകളും നിങ്ങൾ അറിയാലോ അല്ലെ. ഇത് കുട്ടിയാണ്, 18 വയസ്സിന് താഴെയാണ്, അപ്പൊ ഇവന് ശിക്ഷ അങ്ങനെ കിട്ടില്ല എന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പൊ അത്തരത്തിൽ പല മാറ്റങ്ങളും ഇന്ന് നമ്മുടെ നാട്ടിലുണ്ട്. കാരണം 16നും 18നും ഇടയിലുള്ള കുട്ടികൾക്കൊക്കെ ഇപ്പോ വലിയ ഹീനമായ കുറ്റകൃത്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അവരെ കുട്ടിയായി പരിഗണിക്കേണ്ടതില്ല എന്നൊരു കാര്യമൊക്കെ പുതിയ നിയമത്തിലുണ്ട്. എന്ന് വെച്ചാൽ 2000 നിലവിൽ വന്ന ജുവനൈൽ ജസ്റ്റിസ് ആക്ട്, അതിനകത്ത് ഒരുപാട് മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് 2015 പുതിയ നിയമം വന്നത്, ജുവനൈൽ ജസ്റ്റിസ് ആക്ട് 2015. അപ്പോ ഇവിടെ എപ്പോഴും PSC ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഈ പറയുന്ന ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം കുട്ടി എന്ന് പറഞ്ഞാൽ എത്രയാണ് എന്ന് വെച്ചാൽ അവരുടെ വയസ്സ് എത്രയാണ്? 18 വയസ്സിന് താഴെയാണ് കുട്ടി എന്ന് പറയാറ്, നിങ്ങൾക്ക് അറിയുന്നതാണ്. അപ്പൊ ഞാൻ പറഞ്ഞാൽ മറക്കണ്ട, പുതിയ ചില ഭേദഗതികൾ വന്നിട്ടുണ്ട് ഈ നിയമത്തിൽ. 2000 ജുവനൈൽ ജസ്റ്റിസ് ആക്ടിന് പകരമായിട്ട് 2015 നിയമം വന്നു. ആ 2015 നിയമത്തിൽ ചില ഭേദഗതികൾ 2021 വരുത്തിയിട്ടുണ്ട് കൂട്ടുകാരെ. അന്നത്തെ ഈ പറയുന്ന വനിതാ ശിശുക്ഷേമ വകുപ്പ് മന്ത്രിയായിരുന്ന സ്മൃതി ഇറാനി അല്ലെ, സ്മൃതി ഇറാനി മേഡമായിരുന്നു ഈ ഒരു ബില്ല് അവതരിപ്പിച്ചത്. ഇത് ഭേദഗതി ബില്ല് 2021 2015 ജുവനൈൽ ജസ്റ്റിസ് ആക്ടിൽ ഭേദഗതി വരുത്തിയത്. അപ്പോ ഈ ഒരു നിയമത്തിനകത്ത് 2015 ജുവനൈൽ ജസ്റ്റിസ് ആക്ടിനകത്ത് ആകെ 10 അധ്യായങ്ങൾ, ഭാഗങ്ങൾ, 10 ഭാഗങ്ങളിൽ 112 വകുപ്പുകൾ അഥവാ സെക്ഷനുകളാണുള്ളത്. കൃത്യമായിട്ട് പഠിക്കുക. കുഞ്ഞുങ്ങളുടെ കാര്യം അല്ലെങ്കിൽ കുട്ടികളുടെ കാര്യവുമായി ബന്ധപ്പെട്ട അവരുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിയമമാണ് ജുവനൈൽ ജസ്റ്റിസ് ആക്ട്. 10 ഭാഗങ്ങളിലായിട്ട് 112 വകുപ്പുകൾ. 112ാമത്തെ ആർട്ടിക്കിൾ ബജറ്റ് ആണ്, നിങ്ങൾക്ക് അറിയാം, അത് ഭരണഘടനയിലെ ആർട്ടിക്കിൾ കേട്ടോ. ഇത് മറ്റൊരു നിയമമാണ്, ജുവനൈൽ ജസ്റ്റിസ് ആക്ട്. ആകെ 112 വകുപ്പുകൾ, 10 ഭാഗം പഠിച്ചു വെച്ചേക്കുക. 2015 വന്ന ജുവനൈൽ ജസ്റ്റിസ് ആക്ട്. അടുത്ത ചോദ്യത്തിലേക്ക് പോകണം. ഞാനൊക്കെ കുറച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു എളുപ്പമാണ് പഠിക്കാൻ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എക്സാം ടോപ്പിക് വൈസ് എക്സാം ആക്കിയിട്ട് കണക്റ്റഡ് ഫാക്ട് പറയുന്നത് കേട്ടോ. ഇല്ലെങ്കിൽ ബോറടിക്കും നമുക്ക് ഈ ആക്ടുകളൊക്കെ പഠിക്കുമ്പോൾ. അപ്പൊ കുറച്ച് കൂട്ടുകാർ അങ്ങനെ രസമായിട്ട് പഠിച്ചു പോകാം. എല്ലാം നമ്മളൊരു 4-5 ക്ലാസ്സോടുകൂടി ഫിനിഷ് ചെയ്യും, കംപ്ലീറ്റ് ആക്കും കേട്ടോ. നോക്കൂ, ഇത് 2ാമത്തെ ക്ലാസ് ആണ്. ആദ്യത്തെ ക്ലാസ് കാണാത്തവർ കാണണം, ഞാൻ മറന്നുപോയത് പറയാൻ. അതിന്റെ വീഡിയോയുടെ ലിങ്ക് മുകളിൽ കൊടുക്കാം, ഈ വീഡിയോയുടെ അവസാനം കാണും കേട്ടോ. അപ്പൊ ഇത് 2ാമത്തെ ക്ലാസ് ആണ്. 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിൻ കീഴിൽ അന്വേഷണത്തിനുള്ള അധികാരങ്ങൾ നൽകപ്പെട്ടിട്ടുള്ളത് ആർക്കാണ്? PYQ ആണിത്. 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിന് കീഴിൽ അന്വേഷണത്തിനുള്ള അധികാരങ്ങൾ ആർക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡയറക്ടർ ജനറലിനും ജില്ലാ കളക്ടർക്കും 2 പേർക്കുമുണ്ട്. പഠിച്ചു വെക്കുക. അവിടെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഞാൻ പറയാം. 1986 കൂട്ടുകാർക്ക് അറിയാം ഉപഭോക്തൃ സംരക്ഷണ നിയമം ഇന്ത്യയിൽ വരുന്ന ആദ്യമായിട്ട്. ആ നിയമം ഒഴിവാക്കിയിട്ട് അത് ഭേദഗതി ചെയ്തല്ല, പുതിയൊരു നിയമം 2019 കാലാനുസൃതമായ മാറ്റങ്ങൾ വരണ്ടേ. അങ്ങനെ 2019 ഇന്ത്യയിൽ ഒരു പുതിയ നിയമം വന്നു. ആ നിയമം 2019 ടൈറ്റിൽ അറിയപ്പെടുക ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 എന്നാണ്. പക്ഷെ അത് നിലവിൽ വന്നത് കെയിം ഓൺ എഫക്ട് എപ്പോഴാണ്? 2020 ജൂലൈ 20 കൃത്യമായിട്ട് പഠിക്കണം. ജുവനൈൽ ജസ്റ്റിസ് ആക്ട്
2016 ജനുവരി 16 നിലവിൽ വന്നു. അതുപോലെ 2019 ദേശീയ ഉപഭോക്തൃ സംരക്ഷണ നിയമം എപ്പോഴാണ് നിലവിൽ വരുന്നത്? 2020 ജൂലൈ 20 പഠിച്ചു വെക്കുക. ക്ലിയർ ആണ്. ഈ ഒരു നിയമത്തിനകത്ത് 8 ഭാഗങ്ങൾ നോക്കൂ. ജുവനൈൽ ജസ്റ്റിസ് ആക്ടിനകത്ത് 10 ഭാഗങ്ങളിൽ 112 വകുപ്പുകൾ. ഓക്കെ ആണ്. ഇവിടെ 8 ഭാഗങ്ങളിലായിട്ട് 107 വകുപ്പുകളാണ്. 8 ൽ 107 പഠിക്കാൻ സുഖം. 8 107 കൂട്ടി 8 ആണ്. 8 107 ഉപഭോക്താവെ, ഉണരു ഉപഭോക്താവെ പഠിച്ചു വെച്ചേക്കുക. നമ്മുടെ ടെലഗ്രാമിലെ പിള്ളേർക്ക് ഞാൻ എപ്പോഴും ഇതൊക്കെ ഒരുമിച്ച് ഇങ്ങനെ പറയും എപ്പോഴും. അപ്പൊ കോഡാക്കി കൊടുക്കുന്ന ചില ട്രിക്കുകൾ പറയാം. ഉപഭോക്താവ് എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ ആലോചിക്കുക, നിങ്ങളൊരു ട്രെയിനിൽ യാത്ര ചെയ്യുന്ന ഉപഭോക്താവാണ്. നമ്മൾ SAC കമ്പാർട്ട്മെന്റിൽ യാത്ര ചെയ്യുക എന്ന് കരുതുക. എവിടെയാണ് ട്രെയിനിൽ ഉപഭോക്താവ്? നിങ്ങൾ SAC കമ്പാർട്ട്മെന്റിൽ യാത്ര ചെയ്യുക എന്ന് കരുതുക. അവിടെ വെച്ചെങ്ങാനും നിങ്ങൾ മദ്യപിച്ചു കഴിഞ്ഞാൽ മക്കളെ അത് വലിയ ബാധ്യത വരുത്തി വെക്കും നിങ്ങൾക്ക്. നിങ്ങൾ SAC കമ്പാർട്ട്മെന്റിൽ കയറിയിട്ട് മദ്യപിച്ചു കഴിഞ്ഞാൽ വലിയ ബാധ്യതയാണ്. നിങ്ങൾക്ക് വലിയ കുറ്റവും പിഴയൊക്കെ ഉണ്ടാവും. ഉറപ്പായിട്ട് ജയിലിൽ പോകേണ്ടി വരും. ആലോചിക്കുക. വലിയ ബാധ്യതയായിട്ട് മാറും. കുറ്റയും പിഴയും കിട്ടും നിങ്ങൾക്ക്. പഠിച്ചു വെക്കുക SAC എന്ന് വെച്ചാൽ നമ്മൾ സമിതി എന്നും അതോറിറ്റി എന്നും ഈ പറയുന്ന കമ്മീഷൻ എന്നും പറയുന്നത് നമുക്ക് പഠിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ എന്താക്കിയാണ്? ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനുകൾ, ദേശീയ ഉപഭോക്തൃ സമിതികൾ, അല്ലെ, ദേശീയ ഉപഭോക്തൃ പരിഹാര അതോറിറ്റി. അപ്പൊ ഇങ്ങനെ 3 പേരുകളുണ്ട്. സമിതികളും അതോറിറ്റിയും കമ്മീഷനും. അപ്പൊ നമുക്കിത് പഠിക്കാൻ എളുപ്പത്തിന് വേണ്ടി ഞാൻ SAC എന്നാക്കിയതാണ്. ഈ പറയുന്ന 8 ഭാഗങ്ങളിൽ രണ്ടാമത്തെ ഭാഗം പറയുന്നത് ദേശീയ ഉപഭോക്തൃ സമിതികളെ കുറിച്ചാണ്. അപ്പൊ സമിതി S. സുമതി ചേച്ചിയുടെ ഒരു കഥയൊക്കെ മുമ്പ് പഠിപ്പിച്ചിരുന്നു, ട്രിക്കായിട്ട് കോഡ്. പക്ഷെ അതിനേക്കാട്ട് രസമുള്ള ഒരു കോഡായിട്ട് പിള്ളേര് പറയുന്ന ഇതാണ്. അതുകൊണ്ട് ആവശ്യമുള്ളവർക്ക് ഈ കോഡ് ആലോചിക്കാം. SAC സമിതിയാണ് ഭാഗം 2, അതോറിറ്റിയാണ് ഭാഗം 3. അപ്പൊ നിങ്ങൾ ചോദിക്കുക, 1 ഇവിടെ പോയി. എടാ, ഒരു നിയമത്തിലെയും 1 അല്ലെങ്കിൽ ഏറ്റവും അവസാനത്തോട് പഠിക്കണ്ട. ഇപ്പൊ വിവരാവകാശം 1ഉം 6ഉം പഠിക്കേണ്ട. കാരണം 1 എന്താണ്? അതിന്റെ ഈ പ്രാരംഭ കാര്യങ്ങൾ, അതിന്റെ ടൈറ്റിലും കാര്യങ്ങളൊക്കെയാണ് 1ൽ ഉണ്ടാവുക. ലാസ്റ്റ് 6ൽ എന്താ ഉണ്ടാവുക? മിസ്ലേനിയസ് ആണ്. ഇനി മനുഷ്യാവകാശ കമ്മീഷൻ എടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ 1ഉം 8ഉം നിങ്ങൾ പഠിക്കേണ്ട. ഇനി ഉപഭോക്തൃ സംരക്ഷണ നിയമം എടുത്തു കഴിഞ്ഞാൽ 1ഉം 8ഉം. കാരണം 8 അവസാനം മിസ്ലേനിയസ് പലവക കാര്യങ്ങളാണ്, 1 അതിന്റെ പ്രാരംഭികം കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ അത് നിങ്ങളൊരു ട്രിക്ക് പോലെ വെക്കുക. നമ്മളെ ഭാഗങ്ങൾ പഠിക്കുമ്പോൾ അതിന്റെ നടുക്കുള്ള ഏറ്റവും ആദ്യം അവസാനം ഒഴിവാക്കി പഠിക്കുക. അപ്പൊ 2 സമിതിയാണ്, 3 അതോറിറ്റിയാണ്, 4 കമ്മീഷനുകളാണ്. പഠിച്ചു വെച്ചേക്കുക SAC. 5ാമത്തത് മധ്യസ്ഥതയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പൊ മധ്യസ്ഥത, ഈ പറയുന്ന ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനിലും മധ്യസ്ഥത വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ മദ്യം ആക്ച്വലി പറയുകയാണെങ്കിൽ നടുക്ക് 5 നിയമം 50-50 പകുതി മദ്യം, മധ്യസ്ഥത. അങ്ങനെയാണ് മധ്യസ്ഥത എന്നുള്ള മദ്യമാക്കുന്നത് കേട്ടോ. ബാധ്യതയാണ്. ബാധ്യതകളെ കുറിച്ച് സംസാരിക്കുന്നത് ഭാഗം 6ലാണ്. കുറ്റവും പിഴകളെയും കുറിച്ച് സംസാരിക്കുന്നത് ഭാഗം 7ലാണ്. ചുമ്മാ ഒന്ന് പെട്ടെന്ന് എളുപ്പത്തിൽ പറഞ്ഞാണ് SACയിൽ മദ്യപിച്ചു കഴിഞ്ഞാൽ ബാധ്യതയാണ്, കുറ്റവും പിഴയും പഠിച്ചു വെച്ചേക്കുക. ഇവിടെയാണ് നമ്മൾ ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിലെ അന്വേഷണത്തെ കുറിച്ച് പറയുന്നത്. അപ്പൊ അന്വേഷിക്കാൻ വേണ്ടി പ്രത്യേകമായ ഒരു സംവിധാനം ഇവിടെയുണ്ട്. സെക്ഷൻ 15 പഠിച്ചു വെച്ചേക്കുക. സെക്ഷൻ 15 അന്വേഷണ വിഭാഗം. അതിന്റെ ആ ഒരു ഹെഡിനെ പറയാ ഡയറക്ടർ ജനറൽ എന്നാണ് കേട്ടോ. അതുപോലെ സെക്ഷൻ 16 പറയുന്നത് ജില്ലാ കളക്ടറുടെ അധികാരങ്ങളെ കുറിച്ചാണ്. ഇവിടുത്തെ ചോദ്യം കണ്ട നിങ്ങൾ ഇതൊരു PYQ എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിന് കീഴിൽ അന്വേഷണത്തിനുള്ള അധികാരമുള്ളത് ആർക്കെന്ന് ചോദിച്ചാൽ ജില്ലാ കളക്ടർക്കും ഈ പറയുന്ന ഡയറക്ടർ ജനറലുമാണ്. അപ്പൊ ഡയറക്ടർ ജനറലിനെ കുറിച്ച് അല്ലെങ്കിൽ അന്വേഷണ വിഭാഗത്തെ കുറിച്ച് പറയുന്നത് ആർട്ടിക്കിൾ അഥവാ വകുപ്പ് 15 ആണ്. വകുപ്പ് സെക്ഷൻ 15 ആണ്. സെക്ഷൻ 16 ജില്ലാ കളക്ടർ അധികാരങ്ങളെ കുറിച്ചാണ്. ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ. എടാ, ഈ ഒരു ദേശീയ ഉപഭോക്തൃ ആദ്യമായിട്ടൊരു നിയമം വരുന്ന 86 പറഞ്ഞല്ലോ അല്ലെ. ഈ പറയുന്ന 2019 നിയമമാണ് നമ്മൾ പറഞ്ഞത്, ഉപഭോക്തൃ സംരക്ഷണ നിയമം. അതിനു മുമ്പ് 86 നിയമം വരുന്നുണ്ട്. അപ്പൊ അതിനുശേഷം 88 ആക്ച്വലി ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ ആദ്യമായിട്ട് നിലവിൽ വരുന്ന കേട്ടോ. അപ്പൊ ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ 88 എന്ന് പഠിച്ചു നോക്കുക. കമ്മീഷനെ കുറിച്ച് ഏത് ഭാഗമാണ്? ഭാഗം 2 എന്തായിരുന്നു? സമിതി. ഭാഗം 3 എന്തായിരുന്നു? അതോറിറ്റി. ഭാഗം 4 എന്തായിരുന്നു? കമ്മീഷൻ. ഭാഗം 5 ഈ പറയുന്ന മധ്യസ്ഥത. ഭാഗം 6 ബാധ്യത. ഭാഗം 7 കുറ്റവും പിഴയും. കിട്ടുമെന്ന് വിചാരിക്കുന്നു. കൂട്ടുകാരെ, അടുത്ത ചോദ്യം നോക്കൂ. ഗാർഹിക പീഡന നിരോധന നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ഗാർഹിക പീഡനത്തിന്റെ പരിധിയിൽ വരാത്തത് താഴെ പറയുന്നവയിൽ ഏതാണ്? ശാരീരിക പീഡനം. ഗാർഹിക പീഡനം അല്ലെ, ലോജിക്ക് പോരെ. വൈകാരിക പീഡനം തീർച്ചയായിട്ടും അതിൽ വരും. സാമ്പത്തികമായിക്കോട്ടെ, ലൈംഗികമായിക്കോട്ടെ, ഉറപ്പായിട്ടും. അപ്പൊ ഇവിടെ വരാത്തത് എന്ന് ചോദിച്ചാൽ ഇതെല്ലാം വരും. അപ്പൊ ഇവയൊന്നുമല്ല എന്ന് എഴുതാം. മകളെ, നിങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്. ഇതിനെക്കുറിച്ചൊക്കെ വീണ്ടും ചോദ്യം വരുമ്പോൾ ഞാൻ ഇതിന്റെ വകുപ്പും സെക്ഷനൊക്കെ പറയും. ചോദ്യം ഇതാണ്: ഗാർഹിക പീഡന നിരോധന നിയമം ഏത് വർഷമാണ് ഇന്ത്യയിൽ നിലവിൽ വന്നത്? ജസ്റ്റ് നിങ്ങളൊന്ന് കമന്റ് ചെയ്തേ. നമ്മുടെ പിള്ളേർ എന്തായാലും കമന്റ് ചെയ്യണം, നിർബന്ധ കമന്റ് ചെയ്യല്. നിങ്ങൾ പഠിച്ചോന്ന് അറിയാൻ വേണ്ടിയിട്ട് എന്നാണ് നിലവിൽ വന്നത്.
അപ്പൊ അടുത്ത ചോദ്യത്തിലേക്ക് ഞാൻ പോവാണ്. ചോദ്യം ഇതാണ്, നാലാമത്തെ ക്വസ്റ്റ്യൻ. ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷനിലെ ചെയർമാൻ ഉൾപ്പെടെയുള്ള അംഗസംഖ്യ എത്രയാണ്? ഓപ്ഷൻ നോക്കാം. 1, 2, 3, 4 എന്ന് കൊടുത്തിട്ട് 1, 3, 2, 5 കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഉത്തരം ഏതാണ്? ഇവിടെ ഉത്തരം 2 ഞാൻ എഴുതും, കാരണം 2, 5 ശരിയാണ്. പിള്ളേരെ SC/ST എന്ന് ഒരുമിച്ച് കൊടുത്തതാണ്. ആക്ച്വലി നമുക്കറിയാം, ഇപ്പൊ നിലവിലെ ദേശീയ പട്ടികജാതി കമ്മീഷനും ദേശീയ പട്ടികവർഗ കമ്മീഷനും അങ്ങനെ രണ്ടായിട്ടാണ് കിടക്കുന്നത്. മകളെ 1989 SC/ST അട്രോസിറ്റീസ് ആക്ട് ഉണ്ടല്ലോ, അതും ഈ കമ്മീഷനും തമ്മിൽ നിങ്ങൾ കൂട്ടിക്കുഴയ്ക്കരുത്. പലപ്പോഴും ചില അബദ്ധങ്ങൾ പറ്റാറുണ്ട്. അതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ ആ കാര്യം പറയാം, എന്നിട്ട് നമുക്ക് ഈ SC/ST കമ്മീഷനിലേക്ക് വരാം. നമ്മളിപ്പോ ഓൾറെഡി ഉപഭോക്തൃ സംരക്ഷണ നിയമം പഠിച്ചു. എന്ത് ചെറുതായിട്ട് അല്ലെ, ഒരു ഔട്ട്ലൈൻ കിട്ടി. ഓൾറെഡി നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ അത് റിവിഷന്റെ ഭാഗമായിട്ട് കിട്ടി. ഇനി നോക്കൂ, SC/ST അട്രോസിറ്റീസ് ആക്ട് 1989 നിയമമാണ്, കൃത്യമായിട്ട് പഠിക്കണേ. 2019 ദേശീയ ഉപഭോക്തൃ സംരക്ഷണ നിയമം നിലവിൽ വരുന്നത് 2020 ജൂലൈ 20 പറഞ്ഞു. അതുപോലെ SC/ST അട്രോസിറ്റീസ് ആക്ട് 1989 നിലവിൽ വരുന്നത് പഠിച്ചു വെച്ചേക്കുക, പിറ്റേത്തെ വർഷം 1990 ജനുവരി 30 അല്ലെ. SC/ST വിഭാഗം എന്ന് കേൾക്കുമ്പം ജനുവരി 30 ഒരു പ്രത്യേകതയൊക്കെ വെച്ച് നിങ്ങൾ കണക്ട് ചെയ്യാം. ജനുവരി 30 എന്തോ ഒരു പ്രത്യേകത ഉണ്ട് അല്ലെ. ആ പ്രത്യേകതയുള്ള ആ മനുഷ്യൻ ഇന്ത്യയിലെ ഹരിജനങ്ങൾക്ക് വേണ്ടി വലിയ പ്രവർത്തനങ്ങൾ നടത്തിയ മനുഷ്യനാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ 1990 ജനുവരി 30 SC/ST അട്രോസിറ്റീസ് ആക്ട് നിലവിൽ വരുന്നത്. അല്ലെങ്കിൽ ടൈറ്റിൽ നിങ്ങൾ എപ്പോഴും ആലോചിക്കുക, ഒരു നിയമത്തില്, ഒരു സുപ്രധാന നിയമത്തിലെ ആക്ടിന്റെ കൂടുതൽ അതിന് പിറ്റേത്തെ വർഷമായിരിക്കും അത് നിലവിൽ വരാൻ പോകുന്നത് കേട്ടോ. അത് പലപ്പോഴും അങ്ങനെയാണ് പൊതുവെ വരാറ്. അപ്പൊ അവിടെ നമ്മൾ നേരത്തെ എന്ത് പഠിച്ചു? ഉപഭോക്താവിൽ 8ൽ 107 ഉപഭോക്തൃ സംരക്ഷണ നിയമം പഠിച്ചില്ലേ? സെറ്റല്ലേ? 8ൽ 107. ജുവനൈൽ ജസ്റ്റിസ് ആക്ട് 10ൽ 112. 10ൽ 112. അങ്ങനെയാണെങ്കിൽ ഇവിടെ SC/STയിൽ എത്ര വരും ചോദിച്ചാൽ മക്കളെ 6 ഭാഗം. സത്യത്തിൽ വന്ന സമയത്ത് 6 ഭാഗം ഇല്ലായിരുന്നു, 5 എണ്ണം ഉള്ളായിരുന്നു. പിന്നീട് ഒന്ന് അഡീഷണലി ആഡ് ചെയ്തു, 4A എന്ന് പറഞ്ഞുകൊണ്ട്. അങ്ങനെ നമ്മൾ കൗണ്ട് ചെയ്യുമ്പോൾ 6 ഭാഗം. 6ൽ എത്രയാണ്? 6ൽ 23. 6ൽ 23 എന്ന് കേൾക്കുമ്പോൾ നിങ്ങളെ മനസ്സിൽ RTI ആക്ട് വിവരാവകാശം വരണം. വിവരാവകാശം 6ൽ 31. വിവരാവകാശം 6ൽ 31 ആണെങ്കിൽ SC/ST 6ൽ 23. ബൈഹാർട്ട് പഠിച്ച് സെറ്റ് ആക്കുക. SC/ST നോക്കൂ, ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞു, ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിൽ SAC മദ്യപിച്ചു കഴിഞ്ഞാൽ ബാധ്യതയാണ്, കുറ്റവും പിഴയും കിട്ടും. 1ഉം 8ഉം ഒഴിവാക്കാൻ പറഞ്ഞു. ഇവിടെ നമുക്ക് 1ഉം 5ഉം ഒഴിവാക്കാം SC/STയില്, കാരണം 1 അഡീഷണലി വന്നത് പ്രത്യേകം പഠിക്കണം. അത് 4A ആണ്. അപ്പൊ 2, 3, 4, 4A 4 പഠിച്ചാൽ മതി. നോക്കൂ, ഇതിനൊരു ചെറിയ പൊടിക്കൈ. എല്ലാത്തിനും ഞാൻ പൊടിക്കൈ പറയാം. ഇതൊക്കെ നമ്മുടെ ടെലഗ്രാമിലെ പിള്ളേരെ പഠിപ്പിക്കുന്നതാണ്. പൊടിക്കൈ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. SC/ST ആക്ടുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ആലോചിക്കുക, SC/ST കാമുകനും കാമുകിയോ അങ്ങനെ എന്തെങ്കിലും ഒരു കൺസെപ്റ്റ്. അപ്പൊ അങ്ങനെ നിങ്ങളുടെ കൺസെപ്റ്റിൽ അതിക്രമം ചെയ്തു കഴിഞ്ഞാൽ, നോക്കൂ, നമ്മുടെ എക്സ് ഗേൾഫ്രണ്ടിനോട് അതിക്രമം, നിങ്ങൾ എക്സ് ഗേൾഫ്രണ്ടിനോട്, ഇനി ബോയ് ഫ്രണ്ട് കുഴപ്പമില്ല കേട്ടോ, നമ്മൾ അതിക്രമം എക്സിനോട് ചെയ്തു കഴിഞ്ഞാൽ അവളോ അവനോ നമ്മളെ പ്രത്യേകമായിട്ട് കോടതി കയറ്റും. എന്നിട്ട് അവിടെ പോയി പറയും, ഞാൻ ഇരയാണ് സാറേ, എന്നെ അവൻ പീഡിപ്പിച്ചു എന്നൊക്കെ. ഒരുമിച്ചായിരിക്കും നിങ്ങൾ പ്രേമിച്ചതും നടന്നൊക്കെ, പക്ഷെ പണി കിട്ടും. എന്നാലോചിക്കുക, അതിക്രമം നിങ്ങൾ എക്സിനോട് ചെയ്തു കഴിഞ്ഞാൽ പ്രത്യേക കോടതി കയറ്റും. എന്നിട്ട് ഇരകളുടെയും സാക്ഷികളുടെയും അവകാശങ്ങൾ പറഞ്ഞ് നിങ്ങൾ അവിടെ വെള്ളം കൂട്ടിക്കും, അല്ലെങ്കിൽ നിങ്ങൾ ജയിലാക്കും. അപ്പൊ ആലോചിച്ച് വെക്കുക, അതിക്രമം നിങ്ങൾ ഒരിക്കലും എക്സിനോട് ചെയ്യരുത്. ചെയ്തു കഴിഞ്ഞാൽ അവൾ പ്രത്യേകം കോടതി കയറ്റും. എന്നിട്ട് നിങ്ങളെ അവൾ ഇരയാക്കി മാറ്റി പീഡിപ്പിക്കുന്ന ആലോചിക്കാം. അപ്പൊ അത് കിട്ടണം. ഇത് SC/ST എന്ന് കേൾക്കുമ്പോൾ നിങ്ങളെ മനസ്സിൽ വേണം, അതിക്രമം ചെയ്തു കഴിഞ്ഞാൽ രണ്ടാമത്തത് അതിക്രമം, രണ്ടാമത്തെ ഭാഗമാണ് പറയുന്നത്. മൂന്നാമത്തെ ഭാഗം എക്സ് എന്ന് പറഞ്ഞാൽ എക്സ്റ്റേൺമെന്റ്. ഈ ഒരു ടേം എന്താണെന്നൊക്കെ നമ്മൾ ഈ നിയമം വിശദമായിട്ട് ക്ലാസ് എടുക്കുമ്പോൾ പറഞ്ഞുതരും. ഇപ്പൊ എനിക്കിത് വിശദീകരിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഓരോ വകുപ്പിലേക്കൊന്നും പോകുന്നില്ല. അപ്പൊ നിങ്ങൾ ബൈഹാർട്ട് പഠിച്ച, അല്ലെങ്കിൽ എക്സാം അടുത്ത ആഴ്ചകളൊക്കെ എഴുതാൻ പോകുന്ന പിള്ളേർക്ക് ഇത് അറിയാം. അവരൊന്ന് ജസ്റ്റ് റിവിഷന്റെ ഭാഗമായിട്ട് ഓർമ്മിക്കുക, 2 അതിക്രമം, 3 എക്സ്റ്റേൺമെന്റ്. ഇനി നിങ്ങൾക്ക് ഇതൊക്കെ ക്ലാസ് ആയിട്ട് വേണം, നിങ്ങൾ ആരെങ്കിലൊക്കെ യൂട്യൂബിൽ ഇങ്ങനെ ഡീറ്റെയിൽ ക്ലാസ് ആഗ്രഹിക്കുന്നെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് കേട്ടോ. 3 എക്സ്റ്റേൺമെന്റ്, 4 പ്രത്യേക കോടതി, 5 ഇരകളുടെയും സാക്ഷികളുടെയും അവകാശങ്ങൾ പഠിച്ചു വെച്ചേക്കുക. അപ്പൊ അതിക്രമം ചെയ്തു കഴിഞ്ഞാൽ എക്സിനോട് അവൾ കോടതി കയറ്റും, ഇരകളുടെയും സാക്ഷിയുടെ അവകാശങ്ങൾ അവൾ പറയിപ്പിക്കും. സെറ്റ് 4A ആണ്. അപ്പൊ 6ൽ 23, 1990 ജനുവരി 30 ഒക്കെ പഠിച്ചു, സെറ്റ്. ഇനിയാണ് ഞാൻ പറയാൻ പോകുന്നത്, ഈ ഒരു ആക്ടിനൊക്കെ ശേഷം 2003 89ാമത് ഭരണഘടനാ ഭേദഗതി വരുന്നത്. 2003 കൃത്യമായിട്ട് പഠിക്കുക. 89ാമത് ഭരണഘടനാ ഭേദഗതി 2003. ഇതിന്റെ ഭാഗമായിട്ടാണ് ഇന്ത്യയിൽ ആക്ച്വലി SC/ST എന്ന് പറഞ്ഞ 2 കമ്മീഷനുകൾ വരുന്നു. ഇതിനു മുമ്പേ ഇതിനൊരു ചരിത്രം നമുക്ക് പറയുകയാണെങ്കിൽ, ഈ പറയുന്ന SC/ST കമ്മീഷൻ ഒരുമിച്ചായിരുന്നു പിള്ളേരെ.
1978 മുതൽ SC/ST കമ്മീഷൻ എന്ന് പറഞ്ഞ കമ്മീഷൻ ഇന്ത്യയിലുണ്ട്. 78, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ 78 കൊടുത്തത് കേട്ടോ. 78. എന്നാൽ പിന്നീട് ഈ ഒരു 89ാം ഭേദഗതി 2003 ഭാഗമായിട്ട് 2004 പഠിച്ചു വെക്കണം. 2004 എനിക്ക് നിങ്ങളെ മോൾ കാണാൻ ഞാൻ വിചാരിക്കുന്നു. 2004 ഫെബ്രുവരി 19 SC കമ്മീഷനും ST കമ്മീഷനും ഫോം ചെയ്യുന്നത്. SC കമ്മീഷനും ST കമ്മീഷനും കാലാവധി ചോദിക്കും 3 വർഷമാണ്. കേന്ദ്രത്തിന്റെ കാര്യമാണ്, 3 വർഷമാണ്. SC പട്ടികജാതി കമ്മീഷനെ കുറിച്ച് പറഞ്ഞാൽ അതിന്റെ ആർട്ടിക്കിൾ ഈ പറഞ്ഞ ഭേദഗതിയിലൂടെ, ഭരണഘടനാ ഭേദഗതിയിലൂടെ വന്ന ഒരു ഭരണഘടനാ സ്ഥാപനമാണെങ്കിലും അതിന്റെ ഭരണഘടന ആർട്ടിക്കിൾ 338 ആണ്. SC 338. ST വന്നാൽ 338A. പ്രത്യേകം പഠിക്കണം. ST ആണെങ്കിൽ ST, പട്ടിക വർഗമാണെങ്കിൽ 338A, പട്ടികജാതി ആണെങ്കിൽ 338. കാലാവധി 3 വർഷമാണ്. അംഗങ്ങൾ 2 കമ്മിറ്റിയിലും ചെയർമാൻ ഉൾപ്പെടെ 5 അംഗങ്ങളാണ്. കൃത്യമായിട്ട് പഠിക്കണം. ഓക്കെ, ചെയർമാൻ ഉൾപ്പെടെ 5 അംഗങ്ങൾ, കാലാവധി 3 വർഷം. ഇവരുടെ പ്രധാനപ്പെട്ട ആളുകൾ ഒന്ന് പഠിച്ചു വെക്കുക. SC കമ്മീഷന്റെ ആദ്യത്തെ ആൾ ആരെന്ന് ചോദിച്ചാൽ സൂരജ് ബാൻ. ദേശീയ SC കമ്മീഷന്റെ 2004 വന്ന സമയത്ത് ആദ്യത്തെ അധ്യക്ഷൻ സൂരജ് ആയിരുന്നു. സൂരജ് SC. ഇപ്പൊ നിലവിൽ നിങ്ങളിതാ ഞാൻ ഈ ക്ലാസ് എടുക്കുമ്പോഴാണ്, ഈ ക്ലാസ് പിന്നീട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ അപ്ലോഡ് ചെയ്ത് കുറച്ച് മാസം ശേഷം കാണുകയാണെങ്കിൽ ചെക്ക് ചെയ്യണം. അതുകൊണ്ട് ഞാൻ സ്റ്റാർ ഇട്ട് വെച്ചത് കിഷോർ മക്വാനയാണ്. SC ഒരു മക്കനൊക്കെ ഒരു കുട്ടികളുടെ പുരുഷനാണ്, പഠിക്കാൻ വേണ്ടി പറഞ്ഞാണ് കിഷോർ മക്വാന. ST ആണെങ്കിൽ അണ്ടർ സിംഗ് ആര്യാണ്. ആര്? ST യുടെ ഇപ്പോഴത്തെ ആള്. ST എന്ന് കേൾക്കുമ്പം പട്ടികവർഗം അല്ലെങ്കിൽ കാർഡുമായി ബന്ധപ്പെട്ട് കൻവർ ആലോചിക്കുക. ആദ്യത്തെ ആള് കൻവർ സിംഗ് ആണ്. നമ്മള് 1ാം സ്വാതന്ത്ര്യ സമരം പഠിക്കാറുണ്ട്. ആ കൻവർ സിംഗ് അല്ല, ഇത് വേറെ ആള്. 2004 ST കൻവർ സിംഗ്. അപ്പൊ 338A വരുന്ന സമയത്ത് ST കമ്മീഷൻ, 338 SC കമ്മീഷൻ. അങ്ങനെയാണെങ്കിൽ 338B നിങ്ങളൊന്ന് കമന്റ് ചെയ്ത് അറിയുന്നവര്. 338B അതും ഒരു കമ്മീഷനുമായി ബന്ധപ്പെട്ടാണ്. 338 SC, 338A ST ആണെങ്കിൽ പഠിച്ചു വെച്ചേക്കുക. കിഷോർ മക്കാന SC യുടെ ഇപ്പോഴത്തെ നിലവിലെ അധ്യക്ഷൻ, അണ്ടർ സിംഗ് ആര്യ ഇപ്പോഴത്തെ അധ്യക്ഷൻ. 2004 ഫെബ്രുവരി 19 നിലവിൽ വന്നത്. ഈ 2 സ്ഥാപനങ്ങളുടെയും ആസ്ഥാനം ഒരേ ബിൽഡിംഗ് തന്നെയാണ്. ലോക് നായക് ഭവൻ, ഡൽഹി. എവിടെയാണ് ഹെഡ്ക്വാർട്ടേഴ്സ്? ലോക് നായക് ഭവൻ ആണ്. ലോക് നായക് ഭവൻ. SC ST കമ്മീഷന്റെ ആസ്ഥാനം ലോക് നായക് ഭവൻ ആണ്. പഠിച്ചു വെച്ചേക്കുക. ഇത്രയും കാര്യങ്ങൾ ബേസ് ആയിട്ട് നിങ്ങൾ കൂട്ടുകാരെ ഓർത്തു വെക്കുക. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. 5ാമത്തെ ക്വസ്റ്റ്യൻ. ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം 5 ലക്ഷം രൂപ വരെയുള്ള കേസുകൾക്ക് ഫീസായി അടയ്ക്കേണ്ട തുക. മക്കളെ, നിങ്ങളൊരു ഉപഭോക്താവാണ്. നിങ്ങൾക്ക് 5 ലക്ഷം രൂപ വരെ, ഒരു 2 ലക്ഷത്തിനും 3 ലക്ഷത്തിനൊക്കെ ഇടയിലുള്ള ഒരു വിഷയമാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഫീസ് ഒന്നും അടയ്ക്കേണ്ടതില്ല. നിങ്ങൾ ഫീസ് അടയ്ക്കേണ്ടതില്ല എന്ന് ആലോചിക്കുക. 5 ലക്ഷം വരെയാണെങ്കിൽ അല്ലെ, ഒരു 2 ലക്ഷം രൂപ 1 ലക്ഷം രൂപയുടെ ഒരു വിഷയമാണെങ്കിൽ വേണ്ട. എന്നാൽ 5 മുതൽ നിങ്ങൾ ഒരു 10 ലക്ഷം വരെയാണെങ്കിൽ നിങ്ങൾ ആലോചിക്കുക. 5 ലക്ഷം മുതൽ 10 ലക്ഷം. നിങ്ങൾ ഒരു കാറൊക്കെ വാങ്ങി, ഒരു പ്രശ്നമായി കാറുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഉപഭോക്തൃ സംരക്ഷണ കോടതികളൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഫീസ് അടയ്ക്കേണ്ടത് എത്രയാണ്? കൃത്യമായിട്ട് പഠിക്കുക. 200 രൂപയാണ്. 10 ലക്ഷം വരെ 200 ഉള്ളൂ. ഇനി 10 മുതൽ അതിങ്ങനെ കൂടി പോവുക. 10 കൂടുമ്പോൾ 200 കൂട്ടുക. 10 മുതൽ 20 വരെയാണെങ്കിൽ ഇതാ 400 രൂപയാണ്. 10 മുതൽ 20 ലക്ഷം വരെ 400 രൂപയാണ്. ഇനി 20 മുതൽ 50 ലക്ഷം വരെയാണെങ്കിൽ അതിങ്ങനെ ഡബിൾ എത്ര? 1000 രൂപയാണ്. 50 ലക്ഷം വരെ. 50 മുതൽ 1 കോടി വരെയാണെങ്കിൽ 2000 രൂപ. പഠിച്ചു വെക്കുക. 50 മുതൽ 1 കോടി വരെ 2000 നമുക്ക് കിട്ടും, ഒരു കുഴപ്പമില്ല. പക്ഷേ ഇവിടെ നിങ്ങൾ തെറ്റിപ്പോവും. 2 കോടി എന്ന് വെച്ചാൽ 1 കോടിക്കും 2 കോടിക്കും ഇടയിൽ വരുന്ന സമയത്ത് നമ്മള് ആ കണക്ക് അങ്ങനെ കൂട്ടിയാൽ ശരിയാവില്ല. 2500 മതി. 2 കോടി 1 കോടി മുതൽ 2 കോടി വരെയാണെങ്കിൽ 2500. 1 കോടി മുതൽ 2 കോടി വരെയാണെങ്കിൽ 2500. 10 കോടിക്ക് മുകളിലാണെങ്കിൽ 7500. ഇത് രണ്ടും ചിലപ്പോൾ തെറ്റിപ്പോകും. നിങ്ങളത് പഠിച്ചു വെക്കുക. നിങ്ങളുടെ റാങ്ക് ഫയലൊക്കെ ഒരുപാടുണ്ടാകും. മിനിമം നിങ്ങൾ ഇത് പഠിച്ചു വെക്കുക കേട്ടോ, നിർബന്ധമായിട്ടും എല്ലാവരും. അപ്പൊ 5 to 10 200, 10 ലക്ഷം മുതൽ 20 ലക്ഷം വരെ 400, 20 മുതൽ 50 ലക്ഷം വരെ 1000, 50 മുതൽ 1 കോടി വരെ 2000, 1 കോടി മുതൽ 2 കോടി വരെ 2500, 10 കോടിക്ക് മുകളിലാണെങ്കിൽ 7500. നിലവിലെ ചീഫ് ഇലക്ട്രൽ ഓഫീസർ ആരാണ്? നിലവിലെ കേരള ചീഫ് ഇലക്ട്രൽ ഓഫീസർ രത്തൻ യു കേൽക്കർ ആണ്. പിള്ളേരെ, നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമപ്രകാരം ജില്ലാ സമിതിയുടെ ചെയർമാൻ ആരാണ്? കൂട്ടുകാർക്കറിയാം, 2008 ഓഗസ്റ്റ് 11 ഇത് ഗവർണർ ഒപ്പിട്ടുകൊണ്ട് ഈ നിയമം കേരളത്തിൽ നിലവിൽ വരുന്നത്. അപ്പൊ നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം നിലവിൽ വരുന്നത്, ഗവർണർ ഒപ്പുവെക്കുന്നത് PSCയുടെ ആൻസർ പ്രകാരം 2008 ഓഗസ്റ്റ് 11 ഓർത്ത് വെച്ചേക്കുക. ഇങ്ങനെ ഒരു നിയമം 2008 വരുമ്പം 28ാമത് ആക്ട് ആയിട്ടാണ് ഈ നിയമം വരുന്നത്. ഈ നിയമത്തിനകത്ത് 30 വകുപ്പുണ്ട്.
ഇത് എപ്പോഴും PSC ചോദിക്കാറുണ്ട്. അതുകൊണ്ട് കൃത്യമായിട്ട് 28ാമത് ആക്ട് 2008 VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രി, നെൽവയൽ തണ്ണീർത്തടം, ഇത് ഇങ്ങനെ തന്നെ സെപ്പറേറ്റ് ചെയ്ത് പഠിക്കണം. കേരളത്തിലെ നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമപ്രകാരം നെൽവയൽ ഒരു തണ്ണീർത്തടത്തിൽ പെട്ടതല്ല. അതുപോലെ പുഴകളും കേരളത്തിൽ തണ്ണീർത്തടത്തിൽ പെട്ടതല്ല. കൃത്യമായിട്ട് ഇതിന്റെ വകുപ്പുകളൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഞാൻ വെറുതെ 2 വകുപ്പ് ചോദിക്കാം, ഇവിടെ എഴുതിയിട്ടില്ല. നെൽവയൽ തണ്ണീർത്തടം നിയമവുമായി ബന്ധപ്പെട്ട് എപ്പോഴും ചോദിക്കുന്ന 2 വകുപ്പാണ്. ഒരു 3 വകുപ്പ് ഞാൻ ചോദിക്കാം നിങ്ങളോട്. ഒന്ന് 2-12. ഒന്ന് ഇതാ ഇവിടെ എവിടെയെങ്കിലും ഞാൻ എഴുതാം. 2-12 എന്ന് പറഞ്ഞാൽ എന്തിനെ കുറിച്ച് പറയുന്ന മക്കളെ? നെൽവയലുകളെ കുറിച്ചാണ് പറയുന്നത്. 2-12 ഇതിലെ ഫസ്റ്റ് ഡയലോഗ് നെൽവയലല്ലേ. 2-18 എന്ന് വെച്ചാൽ 2ാമത്തെ വകുപ്പിൽ സബ് ക്ലോസ് ആയിട്ട് 18. അപ്പൊ 2-12 നെൽവയലുകളെ കുറിച്ച്, 2-18 തണ്ണീർത്തടങ്ങളെ കുറിച്ചും പറയുന്നുണ്ട്. അപ്പൊ എടുത്തു പഠിക്കുക. തണ്ണീർത്തടത്തിൽ എന്ത് വരില്ല? കേരള നിയമപ്രകാരം ലോകത്ത് തണ്ണീർത്തടത്തിൽ എന്ത് വരും? നെൽവയലും നദിയും ഒക്കെ വരും. പക്ഷെ കേരള നിയമപ്രകാരം നെൽവയലുകളും പുഴകളും തണ്ണീർത്തടത്തിൽ വരില്ല. കാരണം 2-18 തണ്ണീർത്തടം, 2-12 നെൽവയൽ. ഓർത്തു വെക്കുക. ഇനി ഡാറ്റാ ബാങ്കുകളെ കുറിച്ച് കഴിഞ്ഞ 2 വർഷം മുമ്പ് PSC ചോദിച്ചിരുന്നു. 5 എന്ന് പറയുന്ന വകുപ്പിൽ, 5-4 എന്ന് പറയുന്ന വകുപ്പിൽ വീണ്ടും ഒരു സബായിട്ട് 4-1, 5-4 ഡാറ്റാ ബാങ്കുകളെ കുറിച്ച്. ഇത് 3 എപ്പോഴും ചോദിക്കാറുള്ള പ്രധാനപ്പെട്ട വകുപ്പുകളാണ്. ഇനി നമ്മളിവിടെ എഴുതി വെച്ച ചില വകുപ്പുകളുണ്ട്. എന്താണ്? ജില്ലാ സമിതിയുടെ ചെയർമാൻ. നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമപ്രകാരം നിങ്ങൾക്കറിയാം കേരളത്തിൽ 3 പ്രധാനപ്പെട്ട ബോഡികളുണ്ട്. ഒന്ന് LLMC-കളാണ്, പ്രാദേശിക തലത്തിലുള്ള ഈ പറയുന്ന കമ്മിറ്റി അല്ലെ, നെൽവയൽ നികത്തുന്നുണ്ടോ കാര്യങ്ങളൊക്കെ നോക്കാൻ LLMC-കൾ. പിന്നീട് ജില്ലാ തലത്തിലാണ്, നമുക്കതിനെ ചുരുക്കിയിട്ട് ഞാൻ വിളിക്കാം കേട്ടോ, നമുക്ക് സമയമില്ലാത്തതുകൊണ്ടാണ് DLC-കൾ എന്ന് വിളിക്കാം, ജില്ലയിൽ ഡിസ്ട്രിക്ട് ലെവല്. പിന്നീട് സ്റ്റേറ്റ് ലെവൽ കമ്മിറ്റിയാണ്, അതിനെ നമ്മൾ SLC എന്ന് വിളിക്കും. SSLC അല്ല, SLC തൽക്കാലം ചുരുക്കിയിട്ട്. അപ്പൊ LLMC-കളെ കുറിച്ച് പറയുന്നത് വകുപ്പ് 5-ലാണെന്നോ. അതുപോലെ LLMC കഴിഞ്ഞാൽ തൊട്ട് മുകളിലുള്ളത് എന്താണ്? DLC ആണ്, ജില്ലയാണ്. പക്ഷെ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, സ്റ്റേറ്റ് ആണ് പിന്നീട് ഇവിടെ വരുന്നത്. ഏത് ഓർഡർ നോക്കുമ്പോൾ 8ാമത്തെ വകുപ്പിൽ സ്റ്റേറ്റും 9ാമത്തെ വകുപ്പിൽ ജില്ലയും. കേരളത്തിൽ കടൽത്തീരമുള്ള ജില്ലകളുടെ എണ്ണം എത്രയാണ്? 9 അല്ലേ. അപ്പൊ നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമത്തിൽ ജില്ലാ സമിതികളെ കുറിച്ച് പറയുന്നത് 9ാമത്തെ വകുപ്പിലും, സംസ്ഥാന സമിതി 8ഉം, അതുപോലെ പ്രാദേശിക സമിതി 5ഉമാണെന്ന് പഠിച്ചു നോക്കുക ബേസിക്കലി. ഇനി ഞാനിവിടെ അംഗങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇത് പഠിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. നമ്മുടെ ഒരു ഗ്രാമം, നിങ്ങളെ ചുറ്റും ഒരു വയൽ ആലോചിക്കും നിങ്ങൾ. ആ വയൽ നികത്തുന്ന സമയത്ത് അവിടേക്ക് ഒരു ജീപ്പ് ആളുകൾ വരികയാണ്. ആ ജീപ്പിലുള്ളത് LLMC-യിലെ അംഗങ്ങളാണ്. ജീപ്പിൽ നിന്ന് എത്ര പേര് ഇറങ്ങി എന്ന് ആലോചിക്കണം. ജീപ്പിൽ നിന്ന് ഇറങ്ങുന്നത് 6 പേരാണ്. നിങ്ങളുടെ നാട്ടിൽ തന്നെയുള്ള നിങ്ങൾക്ക് അറിയുന്ന 3 കർഷകർ അതിനകത്ത് ആദ്യം ഇറങ്ങുന്നു. നിങ്ങളെ മനസ്സിൽ ഇമാജിൻ ചെയ്തേ, ആ ജീപ്പിനകത്ത് 3 കർഷകരാണ്. LLMC എന്ന് പറയുന്ന ആ ഒരു കമ്മിറ്റിക്കകത്ത് ഇറങ്ങുന്നത് 3 കർഷകരാണ് ആദ്യം ഇറങ്ങുന്നു. പിന്നീട് നിങ്ങൾക്ക് അറിയുന്ന പഞ്ചായത്ത് പ്രസിഡന്റ്, നിങ്ങൾ പഞ്ചായത്ത് ആണെങ്കിൽ, ഇനി നഗരസഭയിലാണെങ്കിൽ നഗരസഭയുടെ അവിടുത്തെ ചെയർമാൻ, കോർപ്പറേഷൻ ആണെങ്കിൽ അവിടുത്തെ മേയർ, ഇദ്ദേഹമായിരിക്കും ഉണ്ടാവുക. അപ്പൊ ഏതാണോ ആ ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനം, അതിന്റെ ഹെഡ്. ഇപ്പൊ പഞ്ചായത്താണ്, പഞ്ചായത്ത് പ്രസിഡന്റ് ഇറങ്ങുന്നു, 4ാമത്തെ ആള്. പിന്നെ നിങ്ങളുടെ കൃഷി ഓഫീസർ, നിങ്ങളുടെ നാട്ടിലെ നിങ്ങളുടെ പ്രദേശത്തെ കൃഷി ഓഫീസർ ഇറങ്ങുന്നു. പിന്നെ നിങ്ങളുടെ അടുത്ത വില്ലേജ് ഓഫീസർ ഇറങ്ങുന്നു. 6 പേര്. കാരണം ഭൂമിയാണ്, വില്ലേജ് ഓഫീസർ വേണം. കൃഷിയുമായി ബന്ധപ്പെട്ടാണ് നെൽവയലും കാര്യങ്ങളൊക്കെ, അതുകൊണ്ട് കൃഷി ഓഫീസർ വേണം. പിന്നെ അവിടുത്തെ അതോറിറ്റി നിരവധി പഞ്ചായത്ത് ആയതുകൊണ്ട് പഞ്ചായത്ത് പ്രസിഡന്റും, അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിലെ ചെയർമാൻ വരുന്നു, അല്ലെങ്കിൽ കോർപ്പറേഷനിലെ മേയർ വരുന്നു. ക്ലിയർ ആണോ പറഞ്ഞത്? ഈ ഒരു ജീപ്പ് നിറങ്ങുന്ന രംഗം നിങ്ങൾ ആലോചിക്കുക. അപ്പം നെൽവയൽ നികത്താൻ പാടില്ല, മണ്ണിടലിനെതിരെ ശക്തമായിട്ട് അവിടെ സംസാരിക്കും, മണ്ണിടൽ നിർത്തും അല്ലെ, അവരങ്ങ് പോകും. ഇവര് പോയിട്ട് പഞ്ചായത്തിലാണെങ്കിൽ പഞ്ചായത്തിൽ പോയിട്ട് ഇവർക്ക് മീറ്റിംഗ് കൂടണം. പോകുന്ന വഴിക്ക് വേണമെങ്കിൽ ഈ 3 കർഷകർക്ക് ഇറങ്ങി പോകാം. കാരണം ഇവർ ഈ പറയുന്ന നികത്തിയ ആ ഒരു പ്രദേശമായിട്ട് ബന്ധപ്പെട്ട ആ ആൾക്കെതിരെ കേസൊക്കെ എടുക്കണമെങ്കിൽ ഇവർക്ക് ഒരു കമ്മിറ്റി കൂടണം. അങ്ങനെ LLMC-കളുടെ കമ്മിറ്റി കൂടണമെങ്കിൽ ഇവർക്ക് കോറമായിട്ട് 3 പേര് മതി. എന്ന് വെച്ചാൽ വില്ലേജ് ഓഫീസറും ഈ പറഞ്ഞ കൃഷി ഓഫീസറും പഞ്ചായത്ത് പ്രസിഡന്റും മതി. ഇനി ഇല്ല, വില്ലേജ് ഓഫീസർക്ക് ഒരു കർഷകനെ കൂട്ടിയാൽ മതി. ഇനി ഇല്ല, 2 കർഷകരെയും പഞ്ചായത്ത് പ്രസിഡന്റ് കൂട്ടിയാൽ മതി. അങ്ങനെയൊക്കെ ആണെങ്കിലും മിനിമം 3 പേരുണ്ടെങ്കിൽ കൂടാം. ആകെ 6 പേരാണ് LLMC-യിൽ. കൃത്യമായിട്ട് പഠിച്ചോ, മറക്കില്ല. അല്ല, ജന്മം പോയാൽ മറക്കില്ല. ഇഷ്ടപ്പെട്ട് പഠിക്കുക. LLMC കേൾക്കുമ്പോൾ 6 പേരാണ്. അതിന്റെ വകുപ്പ് 5ആണ്, ആർട്ടിക്കിൾ 5ആണ്. ആർട്ടിക്കിൾ 5 അംഗങ്ങൾ 6 പേര്. സെറ്റ്. ആക്ച്വലി അവിടെയും നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് പഠിക്കാനുണ്ട്. ഞാനിതിപ്പം ക്ലാസ് എടുക്കാത്തതുകൊണ്ടാണ് പറയുന്നത്. 5-1 LLMC രൂപീകരിക്കുന്നത്. 5-2 LLMC-യുടെ ഘടന. അങ്ങനെ LLMC-യുടെ അധികാരങ്ങളെ കുറിച്ച് 5-3 പറയുന്നുണ്ട്.
അങ്ങനെ 6ാമത്തെ വകുപ്പിലാണ് അതിന്റെ മറ്റു കാര്യങ്ങൾ. അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഡീറ്റെയിൽ പറയണം. 7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ഓഫീസറിനെ കുറിച്ചാണ്, റിപ്പോർട്ടിംഗ് ഓഫീസറാണ് 7. അപ്പൊ എല്ലാ ആർട്ടിക്കിളും ഞാൻ പറയുന്നില്ല മക്കളെ, കാരണം നമുക്ക് പിന്നീട് ഒരു ടോപ്പിക് ആയിട്ട് ക്ലാസ് എടുക്കാം കേട്ടോ. ഇപ്പൊ തൽക്കാലം നിങ്ങളുടെ മനസ്സിൽ LLMCയുടെ ഘടന കിട്ടിയെന്ന് വിചാരിക്കുന്നു, സെറ്റ് ആണെന്ന് വിചാരിക്കുന്നു. DLC അഥവാ ജില്ലാതല സമിതിയിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ ഒന്ന് കുറയും, അങ്ങനെ ആലോചിക്കാം. ഗ്രാമമായതുകൊണ്ടാണ് പഞ്ചായത്ത് പ്രസിഡന്റ് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിലൊക്കെ ആളുള്ളത്. ജില്ലയിലേക്ക് പോകുമ്പോൾ അവിടെ ജില്ലയിൽ അങ്ങനത്തെ ആരുമില്ല, ഇത് പൊളിറ്റീഷ്യൻ ഒന്നുമില്ല. ജില്ലയിൽ ഉണ്ടാവുക ഒരു RDO ആണ്, റവന്യൂ ഡിവിഷൻ ഓഫീസർ, അദ്ദേഹമായിരിക്കും ചെയർമാൻ. അപ്പൊ പഞ്ചായത്തിലെ ചെയർമാൻ അല്ലെങ്കിൽ LLMC പ്രാദേശിക തല സമിതിയിലെ ചെയർമാൻ പഞ്ചായത്ത് പ്രസിഡന്റോ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിലെ ചെയർമാനോ കോർപ്പറേഷൻ മേയറോ ആയിരിക്കും. എന്നാൽ ജില്ലയിലേക്ക് വരുമ്പം ചെയർമാൻ അവിടെ റവന്യൂന്റെ ആളാണ്, റവന്യൂ ഡിവിഷൻ ഓഫീസർ, RDO. കൂടാതെ ഞാൻ പറഞ്ഞു ഭൂമിയും കൃഷിയും, ഇത് 2 ആളുകൾ എപ്പോഴും വേണം. ഇപ്പൊ ഭൂമിന്റെ ആള് റവന്യൂ ഡിവിഷൻ ഓഫീസർ RDO ഉണ്ട്. കൃഷിന്റെ ആളാരാണ്? പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ. ജില്ലയ്ക്ക് ഒരു പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ ഉണ്ടാവും. നമ്മൾ പഞ്ചായത്തിലാകുമ്പോൾ സാധാ കൃഷി ഓഫീസർ ആണെങ്കിൽ ജില്ലയിൽ മൊത്തം പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ ഒരാളുണ്ടാവും, അയാളായിരിക്കും ആ ഒരു കമ്മിറ്റിയിൽ ഉണ്ടാവും ജില്ലയിൽ. ഇപ്പൊ 2 ആളായോ? പിന്നെ നിങ്ങൾ പഠിക്കുക 3 കർഷകരുണ്ട് അവിടെ. 3 കർഷകരുണ്ട്, ആരില്ലാന്നേ ഉള്ളൂ, ആ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ റോളിലുള്ള ആളില്ല. ഓക്കെ, അപ്പൊ ജില്ലയിൽ 5 ആണ് ഘടന. ജില്ലയുമായി ബന്ധപ്പെട്ട വകുപ്പ് 9 ആണ്. പഠിച്ചല്ലോ, സെറ്റ്. ഇനി നമുക്ക് സ്റ്റേറ്റ് ലെവലിലേക്ക് പോയി കഴിഞ്ഞാൽ പഞ്ചായത്തിൽ ആകെ അംഗങ്ങൾ LLMCയിൽ 6 പേര്, ജില്ലയിലേക്ക് പോയപ്പോൾ ഒരാൾ കുറഞ്ഞ് 5 പേര്, സ്റ്റേറ്റിലേക്ക് പോയപ്പോൾ വീണ്ടും ഒരാൾ കുറഞ്ഞു. എന്ന് വെച്ചാൽ സ്റ്റേറ്റിൽ 3 കർഷകരില്ല. ആദ്യം പഠിക്കുക. നോക്കൂ, പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട ഒരു വിദഗ്ധൻ സ്റ്റേറ്റിൽ ഉണ്ടാവണം. ആ സ്റ്റേറ്റ് ലെവൽ കമ്മിറ്റി ഉണ്ടല്ലോ, ആ സ്റ്റേറ്റ് ലെവൽ കമ്മിറ്റിയില് പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട ഒരു വിദഗ്ധൻ ഉണ്ടാവണം. പിന്നെ അവിടെ ഉണ്ടാവേണ്ടത്, ഇഷ്ടപ്പെട്ട് പഠിക്കുക, നെല്ലുമായി ബന്ധപ്പെട്ട ഒരു ശാസ്ത്രജ്ഞനാണ്. അപ്പൊ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട വിദഗ്ധൻ, നെല്ലുമായി ബന്ധപ്പെട്ട ഒരു ശാസ്ത്രജ്ഞൻ. അതുപോലെ തന്നെ കൂട്ടുകാരെ ആലോചിക്കുക, സ്റ്റേറ്റിലായതുകൊണ്ട് അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ കമ്മീഷനാണ് ഉണ്ടാവേണ്ടത്. അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ കമ്മീഷനാണ് ഉണ്ടാവേണ്ടത്. ലാൻഡ് റവന്യൂ കമ്മീഷണർ, സ്റ്റേറ്റ് ഒക്കെ കുറച്ച് ഗുമ്മാക്കി പറയും, കമ്മീഷണർമാർ. ലാൻഡ് റവന്യൂ കമ്മീഷണർ, അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ കമ്മീഷണർ, ഈ 2 പേര്. ഇതേപോലെ തന്നെയാണ് RDOയും പ്രിൻസിപ്പൽ കൃഷി ഓഫീസറും ജില്ലയിലുള്ളത്. സെറ്റാണോ? അപ്പൊ ആ 2 ആളുകളും പിന്നെ 2 കർഷകർ. കർഷകർ മീൻസ് ഒരാൾ ശാസ്ത്രജ്ഞനായിരിക്കണം അല്ലെങ്കിൽ ഒരു വിദഗ്ധനായ ആള്, നെല്ലുമായി ബന്ധപ്പെട്ട്, മറ്റൊരാള് പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട വിദഗ്ധൻ. അങ്ങനെ 4 പേരാണ് സ്റ്റേറ്റിൽ ഉണ്ടാവുക. ഇനി ചോദിക്കുകയാണെങ്കിൽ ജില്ലാ തലത്തിൽ ആരാണ് കൺവീനർ? കൺവീനർ എന്നൊരു പോസ്റ്റ് വരുമ്പോൾ എപ്പോഴും കർഷകനെ അല്ലെങ്കിൽ അഗ്രികൾച്ചറുമായി ബന്ധപ്പെട്ട് ആലോചിക്കാം. ജില്ലാ തലത്തില് പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ ആയിരിക്കും ആര്? കൺവീനർ. ഇനി നമ്മുടെ വാർഡ് അല്ലെങ്കിൽ പഞ്ചായത്ത് തലത്തിൽ വരികയാണെങ്കിൽ കൺവീനർ ആയിട്ടുണ്ടാവുക കൃഷി ഓഫീസർ ആയിരിക്കും. അതും ഒന്ന് ഓർത്ത് വെച്ചേക്കാം. ഇതാണ് ഇതിന്റെ മൊത്തത്തിലുള്ള ഘടന. ഞാൻ പറഞ്ഞപ്പോൾ എത്ര പേർക്ക് ഇത് മനസ്സിലായെന്ന് എനിക്കറിയില്ല. പഠിച്ചവർക്ക് ഒരുപക്ഷെ ഇത് കിട്ടിയിട്ടുണ്ടാവും. ഞാൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. കേരള ബാങ്ക് രൂപം കൊടുക്കാൻ നിർദ്ദേശിച്ച കമ്മിറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ MS ശ്രീറാം കമ്മിറ്റിയാണ്. 2019 നവംബർ 29 ഈ ഒരു കമ്മിറ്റിയുടെ ഭാഗമായിട്ട് കേരളത്തിൽ കേരള ബാങ്ക് രൂപീകരിക്കുന്നത് കേട്ടോ. സിവിൽ സർവീസുകാർക്ക് ഭരണഘടനാപരമായ സുരക്ഷ ഉറപ്പാക്കുന്നത്. ഇത് PYQ ആണ്. 1ാമത്തെ ക്ലാസ് നമ്മൾ തുടരും സീരീസ് തുടങ്ങിയിട്ട് 2ാമത്തെ ക്ലാസ് ആണ് ഇത്. 1ാമത്തെ ക്ലാസ്സിൽ ഞാൻ ഇത് വിശദമായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. ആർട്ടിക്കിൾ 309, 310, 311 ഒക്കെ. ഉത്തരം 311 സുരക്ഷ, അല്ലെങ്കിൽ അവരെ പുറത്താക്കുക, നീക്കം ചെയ്യാം. 311 അല്ലെ? സേവനാവകാശ നിയമപ്രകാരം നിയുക്ത ഉദ്യോഗസ്ഥൻ സേവനം നൽകുന്നതിൽ കാലതാമസം വരുത്തിയാൽ ഇപ്രകാരം കാലതാമസം വരുത്തിയ ഓരോ ദിവസത്തിനും എത്ര രൂപ നിരക്കിലാണ് പിഴ ഈടാക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിള്ളേരെ നിങ്ങൾ പറയണം. ഓരോ ദിവസത്തിനും 250 രൂപയാണ്. കുറഞ്ഞത് 500 രൂപയും പരമാവധി 5000 രൂപയും നമുക്ക് ഈടാക്കാം. ശ്രദ്ധിക്കണം, സേവന അവകാശ നിയമത്തിലാണ്. സേവനാവകാശ നിയമം എന്ന് പറയുന്നത് നിങ്ങളുടെ മനസ്സിലേക്ക് 2012 വരണം. കേരള സേവനാവകാശ നിയമം, കേരള സേവനാവകാശ നിയമം 2012 വരുന്നു. ആ വന്ന സമയത്ത് അതിനകത്ത് സെക്ഷനുകൾ പഠിച്ചു വെക്കുക. 12 സെക്ഷൻ പഠിക്കാൻ സുഖ. 2012 സേവനാവകാശ നിയമത്തിൽ 12 സെക്ഷൻ. ഇന്ത്യയിൽ സേവനാവകാശ നിയമം ആദ്യമായി നിലവിൽ വന്ന സ്റ്റേറ്റ് ചോദിച്ചാൽ നിങ്ങൾ പഠിച്ചു വെച്ചേക്കുക, മധ്യപ്രദേശാണ്. 2010 ഒരു മാർക്ക്. എവിടെയാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് വന്നത്? മധ്യപ്രദേശിലാണ് സേവനാവകാശ നിയമം വന്നത്. മക്കളെ, ഇവിടെ ഞാൻ ഇത് തെറ്റിപ്പോകുന്നതാണ് ഇങ്ങനെ ഒരു സാധനം കൊടുത്തത്. കാരണം സേവനാവകാശ നിയമത്തിൽ പരമാവധി കൊടുക്കേണ്ട പിഴ ഈടാക്കേണ്ടത് 5000 രൂപയാന്ന് പറഞ്ഞല്ലോ. പക്ഷെ നിങ്ങൾ RTI പഠിച്ച് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ മാറിപ്പോകും അല്ലെ? വിവരാവകാശ നിയമപ്രകാരം ഒരു ദിവസം 250 രൂപ വെച്ച് പിഴ കൊടുക്കണം. അങ്ങനെ എത്ര കൊടുക്കണം എന്നാ പറഞ്ഞത്? 25,000 രൂപയാണ് വിവരാവകാശത്തിൽ അല്ലെ? അത് ഓർത്ത് വെക്കുക. കുടുംബശ്രീ ആരംഭിച്ച ഖരമാലിന്യ സംസ്കരണ പദ്ധതിയുടെ പേരാണ് എന്ത്? ഇപ്പൊ കേരള ഗവേണൻസുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ പദ്ധതികൾ ചോദിക്കും, തെളിമയാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. നമ്മൾ നേരത്തെ ഉപഭോക്തൃ സംരക്ഷണ നിയമം ഏറെക്കുറെ പറഞ്ഞല്ലോ അല്ലെ? 8 ഭാഗങ്ങളിൽ 107 വകുപ്പൊക്കെ.
ഉപഭോക്തൃ സംരക്ഷണ നിയമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞത് അല്ലെ. സംസ്ഥാന ഉപഭോക്തൃ സംരക്ഷണ സമിതി. മക്കളെ, നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് തണ്ണീർത്തട സംരക്ഷണ നിയമമാണ്. അവിടെയാണ് LLMCകളും അതുപോലെ തന്നെ DLCകളും SLC നമ്മൾ പറഞ്ഞത് അല്ലെ. അതിന്റെ സ്ട്രക്ചർ നമ്മൾ പറഞ്ഞു. പ്രാദേശികത്തിൽ 6, ജില്ലയിൽ 5, സംസ്ഥാനത്ത് 4 എന്നൊക്കെ. അതും ഇതും എല്ലാം കൂടിയും പഠിച്ച് കൂട്ടിക്കുഴച്ച് കുളമാക്കരുത്. ഉപഭോക്താവെന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വേണ്ടത് 3 ടൈപ്പ് കമ്മിറ്റികൾ തന്നെ അവിടെ ഉണ്ട്. അവിടെ സമിതികളുണ്ട്, അവിടെ അതോറിറ്റി ഉണ്ട്, അവിടെ കമ്മീഷൻ ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു SAC അല്ലെ. ഇനി നമുക്ക് പറയാൻ പോകുന്നത് ഇവിടുത്തെ ചോദ്യമാണ് സംസ്ഥാന ഉപഭോക്തൃ സംരക്ഷണ സമിതിയെ കുറിച്ചാണ്. ഓക്കെ, ജില്ലാ ഉപഭോക്തൃ സംരക്ഷണ സമിതി എന്നിവയെ നിയമിക്കുന്നത് സംസ്ഥാന സർക്കാരാണെന്ന് പറയുന്നുണ്ട്. അപ്പൊ സംസ്ഥാന ഉപഭോക്തൃ സംരക്ഷണ സമിതിയും ജില്ലാ ഉപഭോക്തൃ സംരക്ഷണ സമിതി നിയമിക്കുന്നത് സംസ്ഥാന സർക്കാരാണ്. ശരിയാണ്. ജില്ലാ ഉപഭോക്തൃ സംരക്ഷണ സമിതിയുടെ ചെയർപേഴ്സൺ ജില്ലാ കളക്ടറാണ്. ജില്ലാ ഉപഭോക്തൃ സംരക്ഷണ സമിതിയുടെ ചെയർപേഴ്സൺ ജില്ലാ കളക്ടർ. ശരിയാണ്. കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ സമിതി വർഷത്തിൽ കുറഞ്ഞത് ഒരു യോഗമെങ്കിലും കൂടണമെന്ന് നിർദ്ദേശിക്കുന്നു. ഇതും ശരിയാണ്. എന്താണ്? കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ സമിതി വർഷത്തിൽ ഒരു തവണ എങ്കിലും കൂടിയാൽ മതി. അപ്പൊ 3ഉം ശരിയാണ്. ഇവിടെ ശരിയായതുകൊണ്ട് പറഞ്ഞാൽ 1, 2, 3. മക്കളെ, നമ്മൾ പറഞ്ഞ സ്ഥിതിക്ക് സമിതികളെ കുറിച്ച് പറയുന്ന ഭാഗം 2 നിങ്ങൾ പഠിച്ചു. എന്നാൽ വകുപ്പ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ല. കേന്ദ്ര സമിതികളെ കുറിച്ച് പറയുന്ന വകുപ്പ് ബൈഹാർട്ട് പഠിക്കുക. വീണ്ടും ഐ റിപ്പീറ്റ്, നേരത്തെ നിങ്ങൾ എന്ത് പഠിച്ചു? ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിലെ ഭാഗങ്ങൾ പഠിച്ചു അല്ലെ. 2, 3, 4, 5, 6, 7 പഠിച്ചു. ഇതാ കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിലെ വകുപ്പ്. അതിന്റെ ഉള്ളിൽ വരുന്ന വകുപ്പുകളില് 3 വകുപ്പ് നമ്മൾ പറയാണ്. കേന്ദ്ര സമിതി വകുപ്പ് 3 സംസ്ഥാന സമിതി വകുപ്പ് 6 ജില്ലാ സമിതി ആണെങ്കിൽ ഒരു ഗുമ്മായനും അല്ലെ 9 എന്നാൽ 8. നോക്കൂ, DLC നേരത്തെ പഠിച്ചു, അത് 9. SLC നേരത്തെ പഠിച്ചു, തെറ്റിക്കരുത്. ഞാൻ പറഞ്ഞതാണ്, നമുക്ക് ഇതൊക്കെ മാറിപ്പോകും അല്ലെ. അവിടെ 5 നമ്മൾ എന്ത് പറഞ്ഞത്? ഈ പറയുന്ന പ്രാദേശികം. 8 നമ്മൾ പറഞ്ഞത് എന്ത്? സ്റ്റേറ്റ്. 9 നമ്മൾ പറഞ്ഞത് DLC. ഇവിടെ നോക്കൂ, 8 ജില്ല, 6 സംസ്ഥാനം, 3 കേന്ദ്രം. സമിതിയാണ്. ബൈഹാർട്ട് പഠിക്കുക. ഇഷ്ടപ്പെട്ട് 2 ഇങ്ങനെ നോക്കി ഇടക്കിടയ്ക്ക്. അപ്പൊ കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ സമിതി 3, സംസ്ഥാനത്തേക്ക് വരുമ്പം 6, സംസ്ഥാനത്തേക്ക് വരുമ്പോൾ 6, ജില്ലയിലേക്ക് വരുമ്പം 8 പഠിച്ചു വെക്കുക. കേന്ദ്രമാണെങ്കിൽ വർഷത്തിൽ 1 തവണ യോഗം ചേരണം. സംസ്ഥാനമാണെങ്കിൽ വർഷത്തിൽ 2 തവണ യോഗം. ഇമ്പോർട്ടന്റ് ആണ്. ജില്ലയിലാണെങ്കിൽ വർഷത്തിൽ 2 തവണ യോഗം ചേരണം കേട്ടോ. ഇനി അതിന്റെ സ്ട്രക്ചർ ഞാൻ പറഞ്ഞില്ല കേട്ടോ. കേന്ദ്രത്തിൽ കേന്ദ്രമന്ത്രിയാണ്, സംസ്ഥാനത്തിൽ സംസ്ഥാന ഉപഭോക്തൃ മന്ത്രിയാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഡീറ്റെയിൽ പറഞ്ഞില്ല. മസ്ദൂർ കിസാൻ ശക്തി സംഗതൻ സ്ഥാപിതമായ സംസ്ഥാനം ഏതാണ്? മസ്ദൂർ കിസാൻ ശക്തി സംഗതൻ അല്ലെ. ഈ പറയുന്ന സംഘടന നമ്മുടെ ഇന്ത്യയിൽ വിവരാവകാശ നിയമവുമായി ബന്ധപ്പെട്ടൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതിന്റെ പ്രധാനപ്പെട്ട ലീഡർ നമ്മൾ എപ്പോഴും പരിശോധിക്കാറ് അരുണ റോയ് ആണ്. ഇത് രാജസ്ഥാനാണ് വന്നത്. 1990-കളാണ്. 87 എന്നൊക്കെ ബുക്കിനകത്ത് കാണാം. PSC ആൻസർ ആയിട്ട് മുമ്പ് കൊടുത്തോണ്ടാണ് അങ്ങനെ പലപ്പോഴും കാണാറ്. പക്ഷേ ഒഫീഷ്യലായിട്ട് നമുക്ക് സൈറ്റുകളൊക്കെ കാണാൻ പറ്റുന്നത് 1990-ലാണ് വരുന്നത്. ഇതിന്റെ ഈ ഒരു സംഘടനയുടെ സ്ഥാപക നേതാക്കന്മാരായിട്ട് മുമ്പ് ഒരു പരീക്ഷയ്ക്ക് നിഖിൽ ഡേ ചോദിച്ചിരുന്നു. അപ്പൊ നിങ്ങളൊരു 3 നേതാക്കന്മാർ പഠിച്ചു വെക്കുക. ശങ്കറും നിഖിലും അരുണയും കൂടിയാണ് ഇത് സ്ഥാപിക്കുന്നതിൽ പ്രധാനപ്പെട്ട നേതൃത്വപരമായ പങ്ക് വഹിച്ചത്. ഒരുപാട് പേരുണ്ട്. മെയിൻ ലീഡേഴ്സ് ഏറ്റവും പ്രധാനം അരുണ റോയ് ആണ്. ശങ്കറും നിഖിൽ ഡേ ഉണ്ട് പഠിച്ചു വെക്കുക. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ തിരഞ്ഞെടുക്കുന്ന പ്രധാനപ്പെട്ട കമ്മിറ്റിയിൽ അംഗമായത് ദേശീയ മനുഷ്യാവകാശമാണ്. മക്കളെ, പ്രധാനമന്ത്രി ഉണ്ട് അല്ലേ. അതുപോലെ തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഉണ്ട്. രാജ്യസഭയുടെ പ്രതിപക്ഷ നേതാവ്, ലോകസഭയുടെ പ്രതിപക്ഷ നേതാവ് കാണാൻ പറ്റും നിങ്ങൾക്ക്. രാജ്യസഭയുടെ പ്രതിപക്ഷ നേതാവ്, ലോകസഭയുടെ പ്രതിപക്ഷ നേതാവ്, ലോകസഭയുടെ സ്പീക്കർ, രാജ്യസഭയുടെ അധ്യക്ഷൻ. ഇങ്ങനെ തുടങ്ങിയിട്ട് നമ്മൾ അറിയുന്ന പ്രധാനപ്പെട്ട ആളുകളൊക്കെ എന്ന് വെച്ചാൽ ഇഷ്ടപ്പെട്ട് പഠിക്കുക. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങൾ ഇവിടെ ഞാൻ 4 പേര് കൊടുത്തിട്ടുണ്ട്. കൂട്ടുകാർ ആലോചിച്ച് നോക്കി ലോജിക്കൽ ഇത് പഠിച്ചാൽ മതി. 1 പ്രധാനമന്ത്രിയാണ്, 1 ആഭ്യന്തരമന്ത്രിയാണ്. 2 പേര് കിട്ടിയല്ലോ, പ്രധാനമന്ത്രി, ആഭ്യന്തരമന്ത്രി. ഇതുപോലെ തന്നെ കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാലോ, കേരളത്തില് മുഖ്യമന്ത്രി ഉണ്ട്. പക്ഷെ ഇവിടെ ആഭ്യന്തരമന്ത്രി മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ്. അതുകൊണ്ട് അങ്ങനെ എടുത്തു പറയണ്ട. മനുഷ്യാവകാശത്തിൽ പ്രത്യേകം, വിവരാവകാശത്തിൽ ആഭ്യന്തരമന്ത്രി വരില്ല. അങ്ങനെ എടുത്തു പഠിക്കാം. മനുഷ്യാവകാശത്തിൽ സംസ്ഥാനത്തെ മുഖ്യമന്ത്രി, ആഭ്യന്തരമന്ത്രിയും, സംസ്ഥാനത്തിന്റെ സ്പീക്കറും, സംസ്ഥാനത്തെ പ്രതിപക്ഷ നേതാവും. ഇതാണ് സംസ്ഥാനത്തിന്റെ അവസ്ഥ. ഓക്കെ,
കാരണം ഇവിടെ രാജ്യസഭ ലോകസഭ വരെ രണ്ട് സഭകളില്ലാലോ, നിയമസഭയുള്ളൂ. അപ്പൊ പ്രതിപക്ഷ നേതാവും സ്പീക്കറും മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രി 4 പേര്. എന്നാൽ കേന്ദ്രത്തിലേക്ക് പോകുന്ന സമയത്ത് പ്രധാനമന്ത്രി ആഭ്യന്തരമന്ത്രി സെറ്റാണ്. ലോകസഭയുടെ പ്രതിപക്ഷ നേതാവും രാജ്യസഭയുടെ പ്രതിപക്ഷ നേതാവും 2 പേരും ആലോചിച്ച് കിട്ടുമോ? 2 സഭകളിലുണ്ട്. ലോകസഭയുടെ സ്പീക്കറും രാജ്യസഭയുടെ ഉപാധ്യക്ഷനും. അധ്യക്ഷൻ എന്ന് പറഞ്ഞാൽ വൈസ് പ്രസിഡന്റ് ആവും, ഉപാധ്യക്ഷൻ. അങ്ങനെയാണ് നമ്മൾ ഇവിടെ പഠിക്കേണ്ടത്. മനസ്സിലായല്ലോ? അപ്പൊ 2 സ്ഥാനം അധികം ഉള്ളത് എവിടെയാണ്? അത് കേന്ദ്രത്തിലാണെന്ന് ആലോചിച്ച് വെക്കുക. അങ്ങനെ പഠിച്ചു വെക്കുക. അപ്പൊ നമുക്കിവിടെ 1, 2, 3, 4 കണക്ട് ചെയ്യാം. നോക്കൂ, ദേശീയ മനുഷ്യാവകാശ നിയമം 1993 ഒക്ടോബർ 12 കമ്മീഷൻ നിലവിൽ വരുന്നു. സെപ്റ്റംബർ 28 നിയമം വരുന്നത്. നിങ്ങൾക്കറിയാം, ഓർഡിനൻസിലൂടെയൊക്കെയാണ്. അപ്പൊ സെപ്റ്റംബർ 28 വരുന്ന നിയമം ഒക്ടോബർ 12 കമ്മീഷൻ നിലവിൽ വരുന്നു അല്ലെ? ആ കമ്മീഷൻ വരാൻ കാരണമായ നിയമം ദേശീയ മനുഷ്യാവകാശ നിയമം 1993 നിയമം. ആ നിയമത്തിനകത്ത് മക്കളെ 8 ഭാഗങ്ങളിൽ 45 വകുപ്പാണ്. ആക്ച്വലി 43 വകുപ്പേ ഉണ്ടായിരുന്നുള്ളൂ. ഭേദഗതിയിലൂടെ 2 വകുപ്പ് ആഡ് ചെയ്താണ്. അങ്ങനെ നമ്മൾ കൗണ്ട് ചെയ്യുമ്പോൾ 45. അപ്പൊ നിങ്ങൾ 43 മനസ്സിൽ വെക്കണം. ഓക്കെ, അപ്പൊ 8ൽ 45. നേരത്തെ നമ്മൾ ഉപഭോക്തൃ സംരക്ഷണ നിയമം പറഞ്ഞു 8ൽ 107. അതുപോലെ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പറഞ്ഞു 10ൽ 112. അതുപോലെ SC/ST പറഞ്ഞു എത്ര പറഞ്ഞത്? 6ലാണ്, 6ൽ 23 SC/ST. എന്നാൽ വിവരാവകാശം 6ൽ 31. തെറ്റരുത്, ഒക്കെ ഇങ്ങനെ ഇഷ്ടപ്പെട്ട് പഠിക്കുക. സേവനാവകാശ നിയമത്തിൽ ആകെ വകുപ്പ് 12 എണ്ണമാണ്. ഇതുവരെ പറഞ്ഞ കാര്യങ്ങളാണ് പറയുന്നത്. അപ്പൊ 8ൽ 45. ഇത് പഠിക്കുമ്പോൾ ഞാൻ എളുപ്പത്തിൽ ഒരു ട്രിക്ക് പറഞ്ഞിരുന്നു. പോക്സോ എത്രയാണ്? 9. നിങ്ങളൊന്ന് കമന്റ് ചെയ്താൽ മതി. പോക്സോയിലെ ഭാഗം 9. പോക്സോയിലെ വകുപ്പ് ഒന്ന് കമന്റ് ചെയ്തേ. പോക്സോ എന്ന് കമന്റ് ചെയ്തിട്ട് വകുപ്പ് കേട്ടോ. അപ്പൊ ഞാൻ ഇനി മറ്റൊരു ട്രിക്കിലൂടെ ഇത് പറഞ്ഞു തന്നില്ല. ട്രിക്ക് ഒന്നും പറയുന്നത് അങ്ങ് ബൈഹാർട്ട് പഠിക്കാം. 2 എന്ന് വെച്ചാൽ 1ഉം 8ഉം വേണ്ടാലോ. ഇപ്പൊ 2 മുതൽ 7 വരെ 2 NHRC അല്ലെ? ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് 2 പറയുന്നു. അതിന്റെ അവരുടെ ചുമതലയും അധികാരങ്ങളെ കുറിച്ച് 3ൽ പറയുന്നു. നടപടിക്രമങ്ങളെ കുറിച്ച് 4ൽ പറയുന്നു. 5 സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് പറയുന്നു. 6 അതിന് നടപടിക്രമങ്ങളല്ല കേട്ടോ, മനുഷ്യാവകാശ കോടതികളെ കുറിച്ച് പറയുന്നു. 7 ഫിനാൻസ് അക്കൗണ്ട് ഓഡിറ്റിനെ കുറിച്ച് പറയുന്നു. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചുമതല നിർവഹിച്ചില്ലെങ്കിൽ നടപടി ഉണ്ടാവും. സ്റ്റേറ്റിൽ വരേണ്ടി വരും, മനുഷ്യാവകാശ കോടതി കയറേണ്ടി വരും, ഒരുപാട് പൈസ ചെലവാണ് എന്നൊരു ട്രിക്ക് ഞാൻ പറഞ്ഞിരുന്നു മുമ്പ്. വേണമെങ്കിൽ ട്രിക്കൊക്കെ ആലോചിക്കാം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചുമതലയൊന്നും വഹിച്ചില്ലെങ്കിൽ നടപടി ഉണ്ടാവും, സംസ്ഥാനത്ത് വരുത്തിപ്പിക്കും, എന്നിട്ട് പ്രത്യേക കോടതി കയറ്റിപ്പിക്കും, എന്നിട്ട് കണ്ടമാനം ഫിനാൻസും പൈസ ഒക്കെ പോകേണ്ടി വരും എന്ന് ആലോചിച്ച് വെക്കുക അല്ലെ? SACയുടെ കഥ പറഞ്ഞു. അതുപോലെ തന്നെ അതിക്രമം എക്സിനോട് ചെയ്തു കഴിഞ്ഞാൽ പ്രത്യേക കോടതി കയറ്റും അല്ലെ എന്ന് പറഞ്ഞില്ലേ SC/STയില്. എന്നിട്ട് എന്താ പറഞ്ഞത്? അവിടെ ഇരയായിട്ട് സാക്ഷിയായിട്ടൊക്കെ മാറുന്നു പറഞ്ഞു. അങ്ങനെ നിങ്ങളൊരു ട്രിക്കൊക്കെ വെച്ചിട്ട് ഈ ഭാഗങ്ങളൊക്കെ കോഡുകളൊക്കെ ആക്കി മനസ്സിൽ കയറ്റി, അല്ലാണ്ട് മറന്നുകൂടാ. എല്ലാം കൂടി പഠിച്ച കൺഫ്യൂഷൻ ആക്കി പരീക്ഷ ഇങ്ങനെ തീയും പുകയും കിളിയൊക്കെ പോയ കിളി എങ്ങോട്ടാ പോയെന്ന് ഒരു ഐഡിയ ഉണ്ടാവില്ല. അപ്പൊ NHRC 2, NHRCയുമായി ബന്ധപ്പെട്ട് ചുമതല അധികാരം 3, നടപടിക്രമം 4, SHRC 5, പ്രത്യേക മനുഷ്യാവകാശ കോടതികൾ 6, ഫിനാൻസ് അക്കൗണ്ട് ഓഡിറ്റ് 7. സെറ്റാണ്. ചോദ്യം ഇതാണ് മക്കളെ, ചൈൽഡ് ലൈൻ ടോൾ ഫ്രീ നമ്പർ നൽകിയിരിക്കുന്നവയിൽ ഏതാണ്? 1098 അല്ലെ? ചൈൽഡ് ലൈൻ ടോൾ ഫ്രീ നമ്പർ 1098 എല്ലാവർക്കും അറിയാം. അവിടെ 2-3 എക്സ്ട്രാ ഞാൻ കൊടുത്തിട്ടുണ്ട്. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ടോൾ ഫ്രീ നമ്പർ 1079. ദിശ ഹെൽപ്പ് ലൈൻ നമ്പർ എല്ലാവർക്കും അറിയാം 1056. കേരളത്തിനകത്ത് ജില്ലാ അടിയന്തര നിർവഹണ കേന്ദ്രം എന്ന് വെച്ചാൽ ഈ പറയുന്ന ദുരന്തം വരുന്ന സമയത്ത് 1077. ഈ 1079 പഠിക്കാൻ ഒരു ട്രിക്ക് വേണമെങ്കിൽ പറഞ്ഞുതരാം. നിങ്ങൾക്കറിയാം, ദേശീയ ദുരന്ത നിവാരണ നിയമം വരുന്നത് 2005 ഡിസംബർ മാസം 23 കർഷക ദിനത്തിലല്ലേ? ദുരന്തങ്ങളൊക്കെ കർഷകർ ആലോചിക്കാം. അവിടെ ദുരന്ത നിവാരണ അതോറിറ്റി 2005 മെയ് 30 നിലവിൽ വരുന്നത്. അതൊക്കെ നമുക്ക് പിന്നീട് വിശദമായിട്ട് പഠിക്കാം. സംസ്ഥാന അതോറിറ്റി 2007 മെയ് 4 വരുന്നത്. അതൊക്കെ പിന്നീട് പറയാം കേട്ടോ. 2007 ദുരന്ത നിവാരണ അതോറിറ്റി വന്ന സമയത്തും അതുപോലെ തന്നെ തണ്ണീർത്തട സംരക്ഷണ നിയമം വന്ന സമയത്തൊക്കെ VS അച്യുതാനന്ദനായിരുന്നു, നമുക്കറിയാം. അപ്പൊ ഈ ഒരു നിയമത്തിനകത്ത് ആകെ 11 ഭാഗങ്ങളിലായിട്ട് 79 ആർട്ടിക്കിളാണത്. 11 ഭാഗങ്ങളിൽ 79 ആർട്ടിക്കിൾ. അപ്പൊ ഇവിടെ വേണമെങ്കിൽ ഇങ്ങനെ ഒരു കണക്ഷൻ കൊടുക്കാം. എങ്ങനെ? ദേശീയ ദുരന്ത നിവാരണ നിയമത്തിൽ 11 ഭാഗങ്ങളിൽ 79 ആർട്ടിക്കിൾ. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നമ്പർ 1079. ഒന്ന് കുറച്ചാൽ മതിയല്ലോ, വേണമെങ്കിൽ കേട്ടോ. ഒരു ട്രിക്ക് പറഞ്ഞേ ഉള്ളൂ. ഗാർഹിക പീഡനത്തിൽ നിന്നും സ്ത്രീകളെ സംരക്ഷിക്കുന്നതിനുള്ള നിയമം 2005 ആകെ വകുപ്പിന്റെ എണ്ണം. നേരത്തെ ഞാൻ ഈ ചോദ്യം ചോദിച്ചിരുന്നു. അത് കമന്റ് ചെയ്യാത്തവർക്ക് ഇപ്പൊ ഇത് പഠിക്കാം.
5 ഭാഗങ്ങളിൽ 37 വകുപ്പുകളാണ് ഗാർഹിക പീഡനം. 2005 നിയമ ടൈറ്റിൽ. എന്നാൽ നിലവിൽ വന്നത് എല്ലാവർക്കും അറിയാം, PSC ഒരു 100 തവണയെങ്കിലും ചോദിച്ചത് ഇമ്പോർട്ടന്റ് ഡേറ്റ് ആണ്. 2006 ഒക്ടോബർ 26 ഗാർഹിക പീഡന നിരോധന നിയമം നിലവിൽ വന്നു. കെയിം ഓൺ എഫക്ട്. 5 ഭാഗങ്ങളിൽ 37 കേട്ടോ. എന്നാണ് 5 വർഷമായിട്ട് 37ാമത്തെ വയസ്സിലും പീഡനം ആലോചിച്ച് വെച്ചാൽ മതി. സ്ത്രീകള് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും 37 വയസ്സായ ആളുകളൊക്കെ ഇത് കാണുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ 37. നേരത്തെ 6-ൽ 31, 6-ൽ 23 പറഞ്ഞിരുന്നു അല്ലെ? 6-ൽ 23 SC/ST-യും 6-ൽ 31 നമ്മുടെ RTIയും. അങ്ങനെയാണെങ്കിൽ 5-ൽ 37 ഗാർഹിക പീഡനം, 5-ൽ 37 ഗാർഹിക പീഡനം പഠിച്ച് റിപ്പീറ്റ് ചെയ്യുക കേട്ടോ. മകളെ അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. കേരള തൊഴിലാളി ക്ഷേമനിധി ബോർഡ് നിലവിൽ വന്ന വർഷം ഏതാണ്? ഉത്തരം ബൈഹാർട്ട് ചെയ്യാൻ അറിയാത്തവർ 77 തൊഴിലാളി. കേരള തൊഴിലാളി ക്ഷേമനിധി ബോർഡ് നിലവിൽ വന്ന 77 ഏറ്റവും ഇമ്പോർട്ടന്റ് വർഷം ഇതാണ്. കേരള ആസൂത്രണ ബോർഡ് നിലവിൽ വന്നത് 1967 ഇനി ഒരു ട്രിക്ക് പറയാം. KSFE, കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എന്റർപ്രൈസസ്, KSFE ഇല്ലേ? അപ്പൊ KSFE വന്നത് ഏത് വർഷം? KSRTC വന്നത് ഏത് വർഷം? ഇത് ഞാൻ മുമ്പ് ഒരു കോഡാക്കി പഠിപ്പിച്ചിട്ടുണ്ട്. KSRTC 1965 ചെമ്മീൻ കൊട്ടയുമായിട്ട് KSRTC ബസ് പോയൊരു കഥയുണ്ട്. നമ്മുടെ പ്ലേലിസ്റ്റ്, ആ കോഡൊക്കെ കാണുന്നവർക്ക് നമ്മുടെ പ്ലേലിസ്റ്റ് മുകളിലോട്ട് നോക്കിയിട്ട് കോഡുകൾ എന്ന് പറഞ്ഞ ക്ലാസ് കണ്ടു നോക്കി കേട്ടോ. 1965 KSRTC. KSFE 1969 മലപ്പുറം ജില്ല വന്ന സമയത്താണ് KSFE. ഓക്കെ, ഇത് പറയാൻ കാരണം KSFEയും KFCയും പലപ്പോഴും മാറിപ്പോവാറുണ്ട്. കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ ആണ്. മറ്റേത് കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എന്റർപ്രൈസസ് ആണ് KSFE. ഇത് കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ ആണ് KFC. മറ്റേ തിന്നുന്ന KFC അല്ല കേട്ടോ. 1953 UGC ഒക്കെ നിലവിൽ വന്ന വർഷമല്ലേ? ആന്ധ്ര സംസ്ഥാനം നിലവിൽ വന്ന വർഷമല്ലേ? 1953 ഫസൽ അലി കമ്മീഷനൊക്കെ രൂപീകരിച്ചു എന്ന് പറഞ്ഞ വർഷം. അപ്പൊ 1953 KFC വന്നത് എന്ന് പഠിച്ചു വെച്ചേക്കുക. KFC 1953. അതുപോലെ 1993 കിൻഫ്ര വരുന്നത്. 1999 കിഫ്ബി. കിഫ്ബി വളരെ ഇമ്പോർട്ടന്റ് ആണ്. 99 പഠിച്ചു വെക്കുക കിഫ്ബി. ഇനി കേരളത്തിൽ നിങ്ങൾക്ക് വനിതാ കമ്മീഷനൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളോട് തിരുപ്പ തെറ്റിപ്പോകും. 177 ക്ഷേമനിധി, തൊഴിലാളി ക്ഷേമനിധി ആണെങ്കിൽ 1988. 1988 മാർച്ച് 8 വനിതാ ദിനമാണല്ലോ, അതുകൊണ്ട് 8 കേരള സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ. 1988 ബൈഹാർട്ട് പഠിക്കുക. കേരള സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ 1988. ഇനി കേരളത്തിൽ സാമൂഹ്യ നീതി വകുപ്പ് എപ്പോ വന്നു ചോദിച്ചാൽ ബൈഹാർട്ട് പഠിക്കുക മക്കളെ. 1975 വന്നു. ക്ലിയർ ആണ്? കേരള ഗവൺമെന്റ് പുറപ്പെടുവിച്ച സർവീസ് ചട്ടങ്ങളെ ക്രമപ്പെടുത്തിക്കൊണ്ട് കേരള നിയമസഭ പാസാക്കിയ നിയമം ഏതാണ്? കേരള ഗവൺമെന്റ് പുറപ്പെടുവിച്ച സർവീസ് ചട്ടങ്ങളെ ക്രമപ്പെടുത്തിക്കൊണ്ട് കേരള നിയമസഭ പാസാക്കിയ നിയമം കേരള പബ്ലിക് സർവീസ് ആക്ട് 1968. ആക്ച്വലി ഈ നിയമത്തിന്റെ ഭാഗമായിട്ടാണ് 2018 ജനുവരി 1 കേരളത്തിൽ KS, കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് വരുന്നത്. IAS പോലെ ബദലായിട്ട് കേരള സംസ്ഥാനത്തിനാണ് KS. ഇത് വരാൻ കാരണം PSCയുടെ PYQ ആണ്. KSനൊക്കെ രൂപീകരിക്കാൻ കാരണമായ നിയമമാണ് ഇത്. 1968 കേരള പബ്ലിക് സർവീസ് ആക്ട് സെപ്റ്റംബർ 18 നിലവിൽ വരുന്നത്. 1968 കേരള പബ്ലിക് സർവീസ് ആക്ട് പഠിച്ചു വെക്കുക, സെപ്റ്റംബർ 17 വരുന്നു. കേരള സംസ്ഥാന പിന്നോക്ക വിഭാഗ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതല്ല? കേരള സംസ്ഥാന പിന്നോക്ക വിഭാഗ കമ്മീഷന്റെ നിയമം പ്രാബല്യത്തിൽ ഇരുന്നത് 1993 ശരിയായ പ്രസ്താവനയാണ്. പഠിച്ചു വെക്കുക, പിന്നോക്ക വിഭാഗ കമ്മീഷൻ കേട്ടോ. ഓക്കെ. കമ്മീഷന്റെ ആസ്ഥാനം അയ്യങ്കാളി ഭവൻ ട്രിവാൻഡ്രത്താണ്. കമ്മീഷന്റെ ചെയർമാന്റെ യോഗ്യത സുപ്രീം കോടതി അല്ലെങ്കിൽ ഹൈക്കോടതി ജഡ്ജിയായി സേവന മനുഷ്യ വ്യക്തിയാണെങ്കിൽ ഓക്കെ, ചെയർമാന്റെ യോഗ്യത. കമ്മീഷനിലെ അംഗങ്ങൾ ചെയർമാൻ ഉൾപ്പെടെ 5 എന്ന് കൊടുത്തിട്ടുണ്ട്. ഇതൊരു പ്രശ്നമാണ്. കേരള സംസ്ഥാന പിന്നോക്ക വിഭാഗ കമ്മീഷനിലെ അംഗങ്ങൾ 3 പേരാണെന്ന് പ്രത്യേകം പഠിച്ചു വെക്കുക. 3 പേര് ചെയർമാൻ ഉൾപ്പെടെ. ഇപ്പൊ നിലവിൽ ആള് ആരെന്ന് ചോദിച്ചാൽ 1, 2, 3 അല്ല. അപ്പൊ ശരി, 1, 2, 3 G ശശിധരൻ. ജസ്റ്റിസ് G ശശിധരനാണ് ഇപ്പോഴത്തെ ചെയർമാൻ കേരള സംസ്ഥാന പിന്നോക്ക വിഭാഗ കമ്മീഷൻ. ഓക്കെ ആണല്ലോ. 20ാമത്തെ ചോദ്യം. കേരള ലോകായുക്തയുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന പ്രസ്താവനകൾ ശരിയായത് ഏതാണ്? മക്കളെ പ്രസ്താവന ഞാൻ വായിക്കാം, എല്ലാം പഠിച്ചു വെക്കുക. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ലോകായുക്ത 1999 ലോകായുക്ത നിയമം പാസ്സാക്കിയ. ടൈറ്റിൽ എപ്പോഴും ലോകായുക്ത ഒരു ടൈറ്റിൽ ആലോചിക്കുമ്പോൾ മനസ്സിൽ കയറണം ആ സംഖ്യ. കിഫ്ബി വന്ന വർഷം ഏതായിരുന്നു? നിങ്ങൾ ഇപ്പം പഠിച്ചല്ലോ കിഫ്ബി വന്ന വർഷം 1990. അപ്പം 1999 മനസ്സിൽ കയറ്റിയല്ലോ ലോകായുക്ത എന്ന് കേൾക്കുമ്പോൾ. എന്നാൽ ഒരു ചോദ്യം എക്സ്ട്രാ, ഒരു നല്ല GK ചോദ്യം പറയാം. കേരള ലോകായുക്ത ദിനമായിട്ട് ആചരിക്കുന്നത്
നവംബർ 15 നവംബർ 15 കേരള ലോകായുക്ത ദിനം. ഒന്ന് പഠിച്ചു വെച്ചത്. 1999 മാർച്ച് 4 ലോകായുക്ത നിയമം പാസ്സാകുന്നത്. അവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു വിഷയമുണ്ട്. ഞാനിത് സ്റ്റാർ ഇട്ട് വെക്കാം, പലരും തെറ്റിദ്ധരിക്കും. ഇതൊരു പക്ഷേ പരീക്ഷ ചോദിച്ചാൽ നിങ്ങളിത് നെഗറ്റീവ് വരുത്താൻ സാധ്യതയുണ്ട്. 1999 ലോകായുക്ത നിയമം പാസ്സാക്കിയതെന്ന് പറയുന്നു. പിന്നെ അടുത്ത സ്റ്റേറ്റ്മെന്റ് കേരള ലോകായുക്ത നിയമം നിലവിൽ വന്നത് 1998 നവംബർ 15 എന്ന് പറയുന്നു. അതുകൊണ്ടാണ് നവംബർ 15 എന്തായത്? ലോകായുക്ത ദിനമായി. മനസ്സിലായോ? അപ്പൊ 1998 എന്ന് പറയുന്നത് ഒരു കൊല്ലം മുമ്പ് ഇതെങ്ങനെ നിലവിൽ വന്നു? മക്കളെ, 98 ഒരു ഓർഡിനൻസിലൂടെയാണ് ഈ നിയമം വരുന്നത്. പിന്നീട് ഇത് നിയമസഭ പാസ്സാക്കും. നിങ്ങൾക്കറിയാലോ, ഓർഡിനൻസ് ഗവർണർ പെട്ടെന്ന് മന്ത്രിസഭ ഒരു എന്തെങ്കിലും ഇഷ്യൂ വരുമ്പോൾ ഓർഡിനൻസ് പാസ്സാക്കും. അന്നത്തെ മുഖ്യമന്ത്രി E.K. നായനാർ ലോകായുക്തയെ കൊണ്ടുവരുന്ന ഓർഡിനൻസിലൂടെയാണ് 98 നവംബർ 15 പിന്നീട് ലോകായുക്ത ആക്ട് 99 പാസ്സാകുന്നത്. അങ്ങനെ മനസ്സിലാലോചിച്ച് കേട്ടോ. ലോകായുക്ത നിയമം ആദ്യം പാസ്സാക്കിയ സംസ്ഥാനം ഒഡീഷയാണ്. ശരിയാണ്. ലോകായുക്ത നിയമം ആദ്യം പാസ്സാക്കിയ സ്റ്റേറ്റ് ഏതാണ്? ഒഡീഷയാണ്. ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. എന്നാൽ ഒരു നല്ല ചോദ്യം അവിടെ നിങ്ങൾ പഠിച്ചു വെക്കണം. ലോകായുക്ത നിയമം ആദ്യം പാസ്സാക്കിയത് ഒഡീഷയാണെങ്കിൽ മക്കളെ, ലോകായുക്തയെ ഇന്ത്യയിൽ ആദ്യമായിട്ട് നിയമിച്ച സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ അത് മഹാരാഷ്ട്രയാണ്. പഠിച്ചു വെച്ചേക്കണം. ഓക്കെ ആണോ? അപ്പൊ അങ്ങനെയാണെങ്കിൽ വികാസ് ഭവൻ ലോകായുക്തയുടെ ആസ്ഥാനമാണ് കേരളത്തിൽ. അതുപോലെ നിങ്ങൾ പഠിച്ചു വെക്കുക, ഈ ലോകായുക്ത നിയമം അടുത്ത സ്റ്റേറ്റ്മെന്റ് വായിച്ചില്ലല്ലോ. ഉപലോകായുക്തയെ നിയമിക്കപ്പെടാനുള്ള യോഗ്യത ചീഫ് സെക്രട്ടറി. ഇത് പൊട്ട തെറ്റാണ്. അപ്പൊ 1, 2, 3 ശരി, 4 തെറ്റാട്ടോ. ഇതിന്റെ ഉപലോകായുക്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ സുപ്രീം കോടതി ജഡ്ജി, അല്ലെങ്കിൽ ഹൈക്കോടതിയിലെ ജഡ്ജി, ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസ്, ആരെങ്കിലും ആയാൽ മതി. ജഡ്ജി ആയിരിക്കണം ഹൈക്കോടതിയിൽ അല്ലെങ്കിൽ സുപ്രീം കോടതിയിലെ. ആലോചിച്ച് നോക്കുക. ഉപലോകായുക്ത. ലോകായുക്തയാണെങ്കിലും ഇങ്ങനെ തന്നെയാണ്. 2021 ചില മാറ്റങ്ങൾ ലോകായുക്തയും കൊണ്ടുവന്നിട്ടുണ്ട്. ജഡ്ജി മതി. ഒരു ഹൈക്കോടതി ജഡ്ജി ആണെങ്കിൽ ഇപ്പം, മുമ്പ് അങ്ങനെ ആയിരുന്നില്ല, ലോകായുക്തയാവാം. ഇപ്പോഴത്തെ കേരളത്തിന്റെ ലോകായുക്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ N. അനിൽകുമാറാണ്. ഞാൻ നിങ്ങളെ കറണ്ട് അഫയേഴ്സ് പഠിപ്പിച്ചിട്ടുണ്ട്. വി ഷെർസി എന്ന് പറയുന്ന വ്യക്തിയും വനിതയാണ്. അതുപോലെ തന്നെ അശോക് മേനോനും. അപ്പൊ 2 ഉപലോകായുക്തമാരാണ് ഇപ്പം കേരളത്തിലുള്ളത്. ജസ്റ്റ് ഒന്ന് എഴുതി വെച്ച് നിങ്ങൾ അറിയാത്തവരുണ്ടെങ്കിൽ ഞാനിത് എഴുതുന്നില്ല, എനിക്ക് സമയമില്ലാത്തതുകൊണ്ട്. വി ഷിർസിയും അതുപോലെ തന്നെ അശോക് മേനോനുമാണ് ഉപലോകായുക്തമാര്. കേരളത്തിൽ ഇപ്പോഴത്തെ ലോകായുക്ത N. അനിൽകുമാറാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ പഠിച്ചു വെച്ചേക്കുക, അന്ന് 2022 ഓഗസ്റ്റ് 30 കഴിഞ്ഞ കുറച്ച് കൊല്ലം മുമ്പാണ് P. രാജീവ് നിയമമന്ത്രിയായിരുന്നു. അദ്ദേഹമാണ് ലോകായുക്ത നിയമം നിയമസഭയിൽ പാസ്സാക്കുന്നത്. അറിയുന്ന കൂട്ടുകാരൊന്ന് കമന്റ് ചെയ്യുക. ഒരു കിടിലൻ ചോദ്യം ഇതാണ്. ഈ അടുത്ത് 2024 ഇന്ത്യയുടെ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഈ ഒരു ബില്ലില് ഒപ്പുവെക്കുന്നത്. ഗവർണർ ഒപ്പുവെച്ചില്ല. ലോകായുക്ത ഓർഡിനൻസ് ലോകായുക്തയുമായി ബന്ധപ്പെട്ട് സർക്കാർ ഒരു ബില്ല് കൊണ്ടുവന്നു. അത് ഗവർണർ ഒപ്പുവെച്ചില്ല. മൂപ്പർ എന്ത് ചെയ്തു? ആരിഫ് മുഹമ്മദ് ഖാൻ രാഷ്ട്രപതിക്ക് അയച്ചു. 2024 ഇത് പ്രസിഡന്റ് സൈൻ ചെയ്തു. ഞാൻ പ്രത്യേകം കറണ്ട് അഫയേഴ്സ് പഠിപ്പിച്ചിട്ട് അറിയുന്നവർ കമന്റ് ചെയ്യുക കേട്ടോ. ലോകായുക്തയെ നിയമിക്കുന്നത് ഗവർണറാണ് മക്കളെ. പക്ഷെ ഗവർണർ നിയമിക്കുക മുഖ്യമന്ത്രിയുടെ ഉപദേശപ്രകാരമാണ്. കാരണം മുഖ്യമന്ത്രിക്കും പ്രതിപക്ഷ നേതാവിനും സ്പീക്കറും ഒരു കമ്മിറ്റി ഒന്നും പറയാൻ പറ്റില്ല. മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവിനോടും സ്പീക്കറോടും ചോദിച്ചിട്ട് അദ്ദേഹത്തിന് ഇഷ്ടമുള്ള ഒരാളെ, ഇവർക്ക് 3 പേരും കൂടി തീരുമാനിച്ച ഒരാളെ ഗവർണറോട് നിർദ്ദേശിക്കും. ഗവർണർ അങ്ങനെ നിയമിക്കും കേട്ടോ. ഇവരുടെ കാലാവധി 5 വർഷമാണ്. മുമ്പ് അതിൽ ചില മാറ്റങ്ങൾ ഉണ്ടായിരുന്നു. 70 വയസ്സില്ലായിരുന്നു. ഇപ്പൊ പുതുതായിട്ട് 70 വയസ്സ് കൂടി ആഡ് ചെയ്തിട്ടുണ്ട് 2022 ഭേദഗതിയുടെ ഭാഗമായിട്ട്. അപ്പൊ 5 വർഷം 70 വയസ്സാണ്. ഇനിയും ചോദ്യങ്ങളുണ്ട്. ഞാൻ തൽക്കാലം ഇവിടെ വെച്ച് നിർത്തുകയാണ്. ക്ലാസിന്റെ ലെങ്ത് കൂടുമ്പോൾ നിങ്ങൾ കാണില്ലെന്ന് എനിക്കറിയാം. നിങ്ങൾക്ക് ഇത്തരം ക്ലാസ്സുകൾ, പ്രത്യേകിച്ച് കേരള ഗവർണൻസ്, ഇനി വേൾഡ് ഹിസ്റ്ററി, വേൾഡ് ജോഗ്രഫി ഒക്കെ ക്ലാസ്സുകൾ നൽകാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ടോപ്പിക് വൈസ് എക്സാം, അതിന്റെ കണക്റ്റഡ് ഫാക്ട്. താല്പര്യം ഉണ്ടെങ്കിൽ ഈ ഒരു സീരീസ് തുടരും. നിങ്ങൾ കട്ട സപ്പോർട്ട് എല്ലാവർക്കും ഷെയർ ചെയ്തിട്ട് എല്ലാവരും ലൈക്ക് അടിച്ച് കമന്റ് ചെയ്യുക. അപ്പൊ നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ് കാണാം. അതുവരെ ഗുഡ് ബൈ, താങ്ക് യു.